വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഓൺലൈനിലൂടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഞങ്ങളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ബഹുമാന്യ സ്നേഹിതന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ സ്നേഹവന്ദനം പ്രാരംഭമായി ഞാൻ അറിയിച്ചുകൊള്ളുന്നു. ഇതൊരു ചരിത്ര മുഹൂർത്തമാണ്. കേരളത്തിലെ ക്രൈസ്തവരെ സംബന്ധിച്ചായാലും പരിണാമവാദികളെ സംബന്ധിച്ചായാലും ഇന്നത്തെ ഈ ദിവസം ഇത് മറക്കാൻ പറ്റുന്ന ഒരു ദിവസമല്ല. ഒരിക്കലും മറക്കാൻ പറ്റാത്ത വിധം ഒരു ചരിത്ര മുഹൂർത്തമാണിത്. വളരെയധികം വിജ്ഞാനപ്രദമായ 2 പേപ്പർ അവതരണങ്ങളാണ് ഇപ്പോൾ കഴിഞ്ഞുപോയത്. ശാസ്ത്രത്തിൻ്റെ പേര് പറഞ്ഞ് ലോകത്തിനെ മുഴുവൻ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്ന പരിണാമ മതത്തിൻ്റെ വക്താക്കളുടെ പൊയ്മുഖങ്ങളാണ് ഇപ്പോൾ ഇവിടെ അഴിഞ്ഞു വീണത്. ശാസ്ത്രം എന്ന പേരിൽ ഇവർ അമ്മൂമ്മ കഥകൾ പറഞ്ഞ് നമ്മളെ പറ്റിക്കുകയായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ശാസ്ത്രം ഞങ്ങളുടെ തറവാട്ട് സ്വത്താണ്, ഞങ്ങളുടെ കുടുംബ സ്വത്താണ്. വിശ്വാസികൾക്ക് ആർക്കും അതിൽ യാതൊരു പങ്കുമില്ല. അത് ഞങ്ങൾ മാത്രമാണ് അവിടെ കിരീടം വയ്ക്കാത്ത രാജാക്കന്മാരെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന പരിണാമ മതക്കാർ വാസ്തവത്തിൽ ശാസ്ത്രലോകത്തിന്റെ പുറമ്പോക്കി പോലും സ്ഥാനമില്ലാത്ത ആൾക്കാരാണെന്ന് നാം ഇന്ന് മനസ്സിലാക്കി. അത്ര കാമ്പും കഴമ്പുമുള്ള ആധികാരികമായ 2 പേപ്പർ അവതരണങ്ങളാണ് ഇപ്പൊ കഴിഞ്ഞുപോയത്. ഇത് അവർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, വാസ്തവത്തിൽ ദൈവവിശ്വാസികളെക്കാൾ കൂടുതൽ വിശ്വാസികളാണ് അവര്. കാരണം നമുക്ക് ദൈവമുണ്ട്, ദൈവം സൃഷ്ടിച്ചു എന്ന് മാത്രം വിശ്വസിച്ചാൽ മതി, അതിൻ്റെ അപ്പുറത്തേക്ക് പോകണ്ട. പക്ഷെ ഇവരെന്തിലൊക്കെ വിശ്വസിക്കണം? അസംഭവ്യമായ, ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത എല്ലാ കാര്യങ്ങളും അവർ വിശ്വസിക്കണം. എങ്കിൽ മാത്രമേ പരിണാമം സത്യമാവുകയുള്ളൂ. അതിലൊക്കെ അവർ വിശ്വസിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളെ വിശ്വാസികളെ കുറ്റം പറയും. അതായത് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയാതെ സമയത്തിന്റെ പരിമിതി കൊണ്ട് എൻ്റെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഡോക്ടർ റിച്ചാർഡ് ഡോക്കിൻസ് എഴുതിയ ഗോഡ് ഡെലൂഷൻ എന്ന പുസ്തകത്തെ ആധാരമാക്കി ഇവിടുത്തെ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറായിരിക്കുന്ന ശ്രീ രവിചന്ദ്രൻ നാസ്തികനായ ദൈവം എന്ന പേരിൽ ഒരു പുസ്തകം എഴുതിയതിനെ കുറിച്ച് നാം ഇവിടെ കേൾക്കുകയുണ്ടായി. ആ പുസ്തകത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന ചരിത്രപരമായ മണ്ടത്തരങ്ങളെക്കുറിച്ച്, ശാസ്ത്രീയ മണ്ടത്തരങ്ങളൊക്കെയാണ് നാം ഇതുവരെ കേട്ടത്. ചരിത്രപരമായും അദ്ദേഹം മണ്ടത്തരം പറഞ്ഞിട്ടുണ്ട്. ആ മണ്ടത്തരങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ പുസ്തകം വലിയൊരു സംഭവമാണെന്ന മട്ടിലാണ് കേരളത്തിലെ നാസ്തികരെല്ലാം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പുസ്തകത്തെക്കുറിച്ച് ഇതിൻ്റെ ബ്ലോഗിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ, ശ്രീ രവീന്ദ്രൻ്റെ ബ്ലോഗിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇത് വളരെ ആധികാരികമായ പുസ്തകമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവിടെ കമൻസുകൾ വീഴുന്നത്. എന്നാൽ ഈ പുസ്തകം പരിശോധിച്ച് നോക്കിയാലാണ് മനസ്സിലാകുന്നത് ഇത് മണ്ടത്തരമാണ്, വെറും മണ്ടത്തരമാണ്. ചരിത്രപരമായ ധാരാളം മണ്ടത്തരങ്ങൾ അതിനകത്തുണ്ട്. ഈ പുസ്തകത്തിൻ്റെ 105-ാമത്തെ പേജിൽ ശ്രീ രവീന്ദ്രൻ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: സുവിശേഷം യഥാർത്ഥ ലോകത്ത് സംഭവിച്ച കാര്യങ്ങളെ സംബന്ധിച്ച ആധികാരിക രേഖയല്ലെന്ന് 19-ാം നൂറ്റാണ്ടിന് ശേഷം മതപണ്ഡിതർ പൊതുവെ സമ്മതിക്കാറുണ്ട്. ക്രിസ്തുവിന്റെ മരണം കഴിഞ്ഞ് വളരെ കാലത്തിന് ശേഷമാണ്, ബ്രാക്കറ്റിൽ അദ്ദേഹം പറഞ്ഞു കുറഞ്ഞത് 300 വർഷം അതിനുശേഷമാണ് ഈ സുവിശേഷങ്ങളെല്ലാം രചിക്കപ്പെട്ടതെന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അതിൽ ചരിത്രത്തെക്കുറിച്ച് പ്രാഥമികമായ ഒരു അറിവെങ്കിലുമുള്ള, പ്രാഥമികമായ ഒരു ധാരണയെങ്കിലുമുള്ള യാതൊരാളും ഒരിക്കലും പറയുവാനിടയില്ലാത്ത വിധത്തിലുള്ള ഒരു മഹാമണ്ഡത്തരമാണ് ഈ നമ്മളിപ്പോൾ ഇവിടെ കണ്ടത്, ഈ വായിച്ചത്. ഞാൻ ആദ്യം വിചാരിച്ചത് ഇദ്ദേഹം ഭാഷാ അധ്യാപകനാണ്, അതുകൊണ്ട് ചരിത്രത്തിൽ ഇദ്ദേഹത്തിന് വലിയ പിടിയൊന്നും ഉണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും ഇങ്ങനെയുള്ളൊരു മണ്ടത്തരം അദ്ദേഹം എഴുതിയതെന്ന. എന്നാൽ അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിന് ചരിത്രത്തിൽ ബിരുദാനന്തര ബിരുദമുണ്ടെന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അത് സത്യമാണെങ്കിൽ, ആ എഴുതിയിരിക്കുന്നത് സത്യമാണെങ്കിൽ, ചരിത്രത്തെക്കുറിച്ച് അല്പം വിവരമുള്ള, ബുദ്ധി ശരിയായ വിധത്തിൽ ഉപയോഗിക്കുന്ന, യുക്തിബോധമുള്ള ഒരു മനുഷ്യന് ചെന്നെത്തിച്ചേരാൻ പറ്റുന്ന 2 നിഗമനമേ ഉള്ളൂ. ഒന്ന്, സുവിശേഷങ്ങൾ ചരിത്ര രേഖകളാണെന്ന് അസിസ്റ്റന്റ് പ്രൊഫസർ രവീന്ദ്രൻ നന്നായിട്ട് അറിയാം. പക്ഷെ അദ്ദേഹം അത് മറച്ചു വെച്ച് തൻ്റെ നിരീശ്വര മതത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം അതിനെതിരായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം തൻ്റെ പാവപ്പെട്ട വായനക്കാരെയൊക്കെ വഞ്ചിക്കുകയാണ്. ഇതാണ് ഒന്നാമത്തെ നിഗമനം. ഈ നിഗമനം തെറ്റാണെന്ന് വരികിൽ രണ്ടാമതൊരു നിഗമനമുണ്ട്. സുവിശേഷങ്ങൾ 4 ചരിത്രരേഖകളെല്ലാം വെറും കെട്ടുകഥകൾ മാത്രമാണെന്ന് ശ്രീ രവിചന്ദ്രൻ ആത്മാർത്ഥമായിട്ട് തന്നെ വിശ്വസിക്കുന്നു, അത് പ്രചരിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ചരിത്രത്തിൽ ലഭിച്ചു എന്ന് പറയുന്ന ആ ബിരുദാനന്തര ബിരുദമുണ്ടല്ലോ, അതിന് യാതൊരു വിലയില്ല, അത് വെറും കടലാസ് കഷ്ണം. നാട്ടുകാരുടെ മുമ്പിൽ എനിക്ക് ചരിത്രത്തിൽ ബിരുദാനന്തര ബിരുദം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയുള്ള വെറും ഒരു കടലാസ് കഷ്ണം എന്ന് മാത്രമേ പറയാനുള്ളൂ. അതിൻ്റെ അപ്പുറത്ത് അതിന് യാതൊരു വിലയുമില്ല. എൻ്റെ ഈ പേപ്പർ അവതരണം അവസാനിക്കുമ്പോൾ
രണ്ടിലേതെങ്കിലും ഒരു നിഗമനത്തിൽ നിങ്ങൾ എത്തിച്ചേരുമെന്നുള്ള കാര്യം മാത്രം ഞാൻ ഉറപ്പുവരാം. അത് 100% ഉറപ്പാണ്. ഒന്നുകിൽ അദ്ദേഹം ഒരു വഞ്ചകനാണ്, അല്ലെങ്കിൽ അദ്ദേഹം ഇതിനെക്കുറിച്ച് അറിയാതെ തന്നെ താൻ വലിയ ആളാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന ഈ ഡിഗ്രിക്ക് യാതൊരു വാല്യൂവുമില്ല. സുവിശേഷങ്ങൾ ചരിത്രരേഖയല്ല എന്നൊരാൾ പറയുമ്പോൾ വാസ്തവത്തിൽ അയാൾ ചരിത്രത്തിന്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പുകയാണ്. സുവിശേഷങ്ങൾ അത് വളരെ ആധികാരികമാണ്. സുവിശേഷങ്ങളുടെ അത്ര ആധികാരികമായ ചരിത്രരേഖകൾ തുലോം തുച്ഛമാണ്. ഇത് ചരിത്രകാരന്മാർക്ക് അറിയാം, അവരത് സമ്മതിക്കുന്നുണ്ട്. സുവിശേഷങ്ങളുടെ ആധികാരികത ചരിത്രകാരന്മാർ അംഗീകരിച്ചിരിക്കുന്നതാണ്. പക്ഷേ ലജ്ജാവിഹീനമായ മനസ്സോടെ ചരിത്രത്തെ അപ്പാടെ അങ്ങ് വിഴുങ്ങിക്കളയാമെന്നുള്ള ബോധത്തോടുകൂടെ നിരീശ്വരവാദ പരീക്ഷകളാണ് സുവിശേഷത്തിനെതിരായിട്ട് നിൽക്കുന്നത്. സുവിശേഷങ്ങൾ അംഗീകരിക്കാൻ പറ്റുന്ന, വിശ്വസിക്കാൻ കൊള്ളാകുന്ന ചരിത്രരേഖയല്ല എന്നവർ പറഞ്ഞ് മനുഷ്യനെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവര് ലോകത്തോട് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അറിയിപ്പുണ്ട്. KL01 BQ 2060. ഈ കാറ് അതിൻ്റെ ഓണർ ഒന്ന് മാറ്റി കൊടുക്കേണ്ടതാണ്. KL01 BQ 2060. ഇപ്പോൾ ഇവര് സുവിശേഷങ്ങളുടെ ചരിത്രപരതയെ നിഷേധിച്ചുകൊണ്ട്, സുവിശേഷങ്ങൾ ഉയർത്തി കാണിക്കുന്ന യേശുക്രിസ്തുവിന്റെ ചരിത്രാസ്തിത്വം നിഷേധിച്ചുകൊണ്ട് ഇവർ ലോകത്തെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. സുവിശേഷം യഥാർത്ഥ ലോകത്ത് സംഭവിച്ച കാര്യങ്ങളെ സംബന്ധിച്ച ആധികാരിക രേഖയല്ലെന്ന് 19-ാം നൂറ്റാണ്ടിന് ശേഷം മതപണ്ഡിതന്മാരെല്ലാം സമ്മതിച്ചിരിക്കുന്നു എന്നുള്ള ശ്രീ രവിചന്ദ്രന്റെ വാദം അത് ശുദ്ധ നുണയാണ്. 18-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യത്തെ കുറച്ച് വർഷങ്ങൾ, ആദ്യത്തെ 1-2 ദശകങ്ങൾ ഈ പറഞ്ഞതുപോലെ ഒരു വാദം ഉണ്ടായിട്ടുണ്ട്. ശാസ്ത്ര പണ്ഡിതന്മാരുടെ ഇടയിൽ, ചരിത്ര പണ്ഡിതന്മാരുടെ ഇടയിൽ ഇങ്ങനെ ഒരു വാദം ഉണ്ടായിട്ടുണ്ട്. സുവിശേഷങ്ങൾ വിശ്വസിക്കാൻ കൊള്ളാവുന്നതല്ല, ആധികാരികത അതിനില്ല എന്ന് പറഞ്ഞുകൊണ്ട്. എല്ലാവരുമല്ല, ചില ആളുകൾ, നിരീശ്വരവാദികളായ ചരിത്ര പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ 20-ാം നൂറ്റാണ്ടിന്റെ പകുതി ആയപ്പോഴേക്കും ചരിത്രപരമായി ഈ ഗ്രന്ഥങ്ങൾ, നമ്മുടെ കൈവശം ഇരിക്കുന്ന ബൈബിൾ, അതിലെ പുതിയ നിയമങ്ങളെക്കുറിച്ച് അത് 100% ആധികാരികമാണ്, വിശ്വസിക്കാൻ കൊള്ളാവുന്നതാണ്, ചരിത്രരേഖയാണെന്ന് ചരിത്രകാരന്മാർ വിധി എഴുതുകയും ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹം ഇപ്പോഴും അപ്ഡേറ്റ് ആയിട്ടില്ല. രവീന്ദ്രനൊക്കെ ഇപ്പോഴും ഒരു 75-100 വർഷം പുറകിൽ ജീവിക്കുക. ചരിത്രപരമായ കാര്യങ്ങൾ അദ്ദേഹം ഒട്ടും അപ്ഡേറ്റ് അല്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു മണ്ടത്തരം അദ്ദേഹം പറഞ്ഞത്. ഇത് ചരിത്രരേഖയാണെന്ന് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ പുസ്തകം ചരിത്രകാരന്മാർ പറഞ്ഞത് ദൈവവചനമാണെന്നല്ല, ഇത് ദൈവവിശ്വാസീയമാണെന്ന് അതൊന്നുമല്ല അവർ പറഞ്ഞത്. അത് അവരുടെ മേഖലയല്ല. അവർ പറഞ്ഞത് ഇത് ചരിത്രരേഖയാണ്. ഈ പുസ്തകം ചരിത്രരേഖയാണ്. ഇത് 1-ാം നൂറ്റാണ്ടിൽ നടന്ന സംഭവങ്ങൾ അങ്ങനെ തന്നെ ദൃക്സാക്ഷികൾ രേഖയാക്കി വെച്ചിരിക്കുന്ന ചരിത്രരേഖയാണെന്നാണ് അവർ പറഞ്ഞത്. ഒരു പഴയ കൃതിയുടെ കയ്യെഴുത്ത് പ്രതി കിട്ടുമ്പോൾ, അല്ലെങ്കിൽ ഒരു പഴയ കൃതിയുടെ ചരിത്രപരത ഏതൊക്കെ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചാണോ പരിശോധിക്കുന്നത്, അതേ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് അവർ സുവിശേഷങ്ങളെയും, അതേ മാനദണ്ഡം ഉപയോഗിച്ച് അവർ സുവിശേഷങ്ങളെയും പരിശോധിച്ചു. ആ പരിശോധനയുടെ ഫലമാണ് ഇത് അംഗീകരിക്കാൻ കൊള്ളാവുന്ന ചരിത്രരേഖയാണ് എന്നുള്ളത്. ഇത് സുവിശേഷങ്ങൾ ചരിത്രരേഖയായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ, അങ്ങനെ പറയുന്ന ആൾ നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി ഉണ്ട്. ഒരു വലിയ പ്രശ്നത്തിൽ അയാൾ അകപ്പെടുകയാണ്. എന്താന്ന് വെച്ചാൽ, ലോകത്ത് ഇന്ന് ലഭ്യമായിരിക്കുന്ന യാതൊരു ചരിത്രരേഖയും അയാൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അതെല്ലാം കളവാണെന്ന് പറഞ്ഞ് തള്ളേണ്ടി വരും. പുതിയ നിയമം ഒരാൾ ചരിത്രരേഖയല്ല എന്ന് പറഞ്ഞ് തള്ളിയാൽ നിലവിൽ ലഭ്യമായിരിക്കുന്ന എല്ലാ ചരിത്രരേഖയും അയാൾ തള്ളേണ്ടി വരും. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. മറ്റു ചില ചരിത്രകൃതികളുമായി താരതമ്യം ചെയ്യുമ്പോഴാണ് ഇതിന്റെ മൂല്യം എത്ര ഉയർന്നിരിക്കുന്നു, ഇത് എത്രത്തോളം വിശ്വസിക്കാൻ കൊള്ളാവുന്നതാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. നാം എല്ലാം സോക്രട്ടീസ് എന്ന് പറഞ്ഞ വ്യക്തിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. BC 5-ാം നൂറ്റാണ്ടിൽ ഗ്രീസിൽ ജീവിച്ചിരുന്ന തത്വചിന്തകനാണ് സോക്രട്ടീസ്. അദ്ദേഹം യുവജനങ്ങളെ വഴിതെറ്റിക്കുന്നു എന്ന് പറഞ്ഞ് അന്നത്തെ ഏതൻസിലെ പൗരപ്രമാണിമാർ അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധിച്ചു. വിഷം കഴിച്ച് മരിക്കണം എന്നുള്ളതാണ്. അദ്ദേഹത്തിന് വിഷക്കപ്പ് കൊടുത്തു. അദ്ദേഹം വിഷക്കപ്പ് കുടിച്ചു. ആ വിഷം അദ്ദേഹത്തിൽ പ്രവർത്തിച്ച് അദ്ദേഹത്തെ ഇല്ലാതാക്കുന്നത് വരേക്കും അദ്ദേഹം തന്റെ ശിഷ്യന്മാരെ ഉപദേശിച്ചു കൊണ്ടിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇനി ഇതെല്ലാം നാം വിശ്വസിക്കുകയാണ്. എന്നാൽ ഒരു നിരീശ്വരവാദിയുടെ, അല്ലെങ്കിൽ സുവിശേഷങ്ങളുടെ ചരിത്രപരതയെ നിഷേധിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യമൊന്നും അയാൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. സുവിശേഷം തള്ളുകയാണെങ്കിൽ സോക്രട്ടീസ് എന്ന് പറഞ്ഞൊരു വ്യക്തി ജീവിച്ചിരുന്നെന്ന് പോലെ അയാൾക്ക് സമ്മതിക്കാൻ പറ്റുകയില്ല. കാരണം ഈ സോക്രട്ടീസിനെ കുറിച്ച് നമുക്ക് ആകെ അറിയാവുന്നത് 3 പേരിൽ നിന്നാണ്.
അതിൽ പ്ലേറ്റോ എഴുതിയത് അപ്പോളജി എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് പ്ലേറ്റോയുടെ. അതിനകത്താണ് ഇത് വിശദമായിട്ട് കൊടുത്തിരിക്കുന്നത്. മറ്റു 2 പുസ്തകങ്ങളിൽ വിവരിച്ചു പോയിട്ടേ ഉള്ളൂ, വിവരിക്കല്ല, ചെറിയ പരാമർശിച്ച് അങ്ങ് പോയിട്ടേ ഉള്ളൂ. സോക്രട്ടീസ് ഉണ്ടായിരുന്നെന്നും മരിച്ചുപോയി എന്നൊക്കെ അങ്ങനെ പറഞ്ഞു പോയിട്ടേ ഉള്ളൂ. എന്നാൽ അപ്പോളജിയിൽ ഇത് വിശദീകരിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പോളജിയുടെ നമ്മൾ അവിടെയാണ് ഈ ഇതിന്റെ ചരിത്രപരമായ ഇതിന്റെ ആധികാരികത പരിശോധിക്കുന്നത്. സോക്രട്ടീസിന്റെ ശിഷ്യനായിരിക്കുന്ന പ്ലേറ്റോ എഴുതിയ അപ്പോളജി എന്ന കൃതിയുടെ ഒറിജിനൽ ലഭ്യമാണോ എന്ന് നമ്മൾ അന്വേഷിച്ചാൽ ഇല്ല, ഒറിജിനൽ കിട്ടുകയില്ല. ശരി, പോട്ടെ, ഒറിജിനൽ പോട്ടെ, ഒറിജിനലിൽ നിന്നുള്ള അടുത്ത കൃതി, അതിൽ നിന്നുള്ള ആദ്യത്തെ പകർപ്പ് അത് ലഭ്യമാണോ? ഇല്ല, അത് ലഭ്യമല്ല. അതിന്റെ അടുത്ത പകർപ്പ് ഇല്ല, അതിന്റെ ഇല്ല. ഇന്ന് ലഭ്യമായിരിക്കുന്ന അപ്പോളജിയുടെ ഏറ്റവും പുരാതനമായ പകർപ്പ് എന്ന് പറയുന്നത്, ഏറ്റവും പഴയ കോപ്പി എന്ന് പറയുന്നത് AD 895 ഇദ്ദേഹം ജീവിച്ചിരുന്നത് BC 5-ാം നൂറ്റാണ്ടിലാണ്. പ്ലേറ്റോ ഒക്കെ ജീവിച്ചിരിക്കുന്നത് BC 5-ാം നൂറ്റാണ്ടിൽ. AD 895 നിലവിൽ ലഭ്യമായിരിക്കുന്ന ഏറ്റവും പുരാതനമായ അപ്പോളജിയുടെ കോപ്പി. എന്ന് വെച്ചാൽ പ്ലേറ്റോ മരിച്ച് 1242 കൊല്ലങ്ങൾക്ക് ശേഷമാണ്. പ്ലേറ്റോ മരിച്ചു കഴിഞ്ഞിട്ട് 1242 കൊല്ലങ്ങൾക്ക് ശേഷമുള്ള ഒരു കോപ്പിയാണ് ഇന്ന് ലഭ്യമായിരിക്കുന്നത്. ഈ 13 നൂറ്റാണ്ടിന്റെ അകലമുണ്ട്. ഇത്രയും വർഷത്തിനിടയിൽ ഇത് വേറെ പലരും പകർത്തി എഴുതി അങ്ങനെ 1422 വർഷത്തിന് ശേഷമുള്ള ആൾ, അല്ലെങ്കിൽ AD 895 ആൾ പകർത്തി എഴുതിയ അതിന്റെ കോപ്പിയാണ് ഇന്ന് ലഭ്യമായിരിക്കുന്നത്. ഇതിനിടയിൽ ഇത്രയും പേര് പകർത്തി എഴുതിയിട്ടുണ്ട്. അപ്പൊ ഈ പകർത്തി എഴുതിയ സമയത്ത് ആരെങ്കിലും ഇതിനകത്ത് വല്ല തിരുത്തലുകൾ വരുത്തിയിട്ടുണ്ടെങ്കിലോ? സോക്രട്ടീസ് എന്ന് പറഞ്ഞ ഒരാളെ ജീവിച്ചിരുന്നിട്ടില്ല, വെറുതെ ഒരു സാങ്കല്പിക കഥാപാത്രത്തെ ഉണ്ടാക്കി ഇടയിൽ ഒരാൾ ഉണ്ടാക്കിയതാണെങ്കിലോ? ആയിക്കൂടെ? സാധ്യതയില്ലേ? അതല്ല, സോക്രട്ടീസ് ജീവിച്ചിരുന്നിട്ട് തന്നെ ആയിരിക്കാം, പക്ഷെ ഇദ്ദേഹം ഇങ്ങനെയൊന്നല്ല മരിച്ചത്, സ്വാഭാവിക മരണം മരിച്ചതായിരിക്കും. അദ്ദേഹത്തെ മഹത്വവൽക്കരിക്കാൻ വേണ്ടി ഇങ്ങനെ വിഷക്കപ്പൊക്കെ അദ്ദേഹം സ്വയം വാങ്ങി കുടിച്ചെന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചതാണെങ്കിലോ? അല്ലെങ്കിൽ അദ്ദേഹം തന്റെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഏതൻസിലെ പൗരമുഖ്യന്മാരോടൊക്കെ കേണപേക്ഷിച്ചിട്ടും അവരത് കേൾക്കാതെ അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധിച്ചതാണെങ്കിലോ? നമുക്ക് ഇന്ന് സോക്രട്ടീസിനെ കുറിച്ച് അറിയാവുന്നതിൽ നിന്ന് ഏറ്റവും വ്യത്യസ്തമായ വേറൊരു വിധത്തിലാണ് യഥാർത്ഥ സോക്രട്ടീസ് ഉണ്ടായിരുന്നെങ്കിലോ? ഇങ്ങനെയുള്ള എന്ത് ചോദ്യം ചോദിച്ചാലും അതിനൊരു ഉത്തരം പറയാൻ പറ്റുകയില്ല. അതിനുള്ള സാധ്യതയുണ്ടെന്ന് മാത്രമേ പറയാൻ പറ്റൂ. കാരണം 242 വർഷം കഴിഞ്ഞിട്ടുള്ള കോപ്പിയാണ്. പ്ലേറ്റോ മരിച്ചിട്ടുണ്ട്. പ്ലേറ്റോ അതിനു മുമ്പേ എഴുതിയതാണ് ഈ സാധനം. അതേ ഇന്ന് ലഭ്യമായിട്ടുള്ളൂ. പക്ഷേ ചരിത്രലോകം ഈ അപ്പോളജിയുടെ ഇന്ന് ലഭ്യമായിരിക്കുന്ന ഈ കൃതിയെ അംഗീകരിക്കുകയാണ്, വിശ്വസിക്കുകയാണ്. അവർക്ക് യാതൊരു കുഴപ്പവുമില്ല. അവരത് 100% സത്യസന്ധമായിട്ട് തന്നെ വിശ്വസിക്കുന്നു. അതിന്റെ കാരണമുണ്ട്. അരിസ്റ്റോട്ടലിന്റെ ഒരു പ്രമാണവാക്യമുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ, ഒരു ചരിത്രരേഖയുടെ ആധികാരികതയൊക്കെ പരിശോധിക്കേണ്ടി വരുമ്പോൾ അരിസ്റ്റോട്ടൽ പറഞ്ഞിരിക്കുന്നത് രേഖകൾക്കായിരിക്കണം, സംശയത്തിന്റെ ആനുകൂല്യം കൊടുക്കേണ്ടത് രേഖകൾക്കായിരിക്കണം. അല്ലാതെ വിമർശകൻ അവന്റെ ഇഷ്ടത്തിന് തോന്നിയതുപോലെ അങ്ങ് അനുമാനത്തിലെത്താൻ പറ്റുകയില്ല. ആ രേഖയ്ക്കാണ് ഒന്നാമത്തെ പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പൊ ഈ ഒരു പ്രമാണവാക്യം സ്വീകരിച്ചിരിക്കുന്നത് കൊണ്ടാണ് ചരിത്ര പണ്ഡിതന്മാരെല്ലാം സോക്രട്ടീസ് എന്ന് പറഞ്ഞ വ്യക്തി ജീവിച്ചിരുന്നതും ഇന്ന് നമ്മൾ അറിയാവുന്ന ഈ കാര്യങ്ങളെല്ലാം അംഗീകരിക്കുന്നത്. ഇനി പ്ലേറ്റോയുടെ ഈ കൃതിയുടെ കാര്യം മാത്രമാണോ? ഇത് നമ്മൾ വിചാരിക്കും ചിലപ്പോൾ പ്ലേറ്റോയ്ക്ക് ഈ ഒരു കൃതിയുടെ കാര്യം മാത്രമേ ഇതുള്ളൂ എന്ന്. അല്ല, വേറെ കൃതികളുടെ ഉണ്ട്, ഞാനത് പറയാം. മറ്റെല്ലാ പുരാതന ഗ്രന്ഥങ്ങളുടെയും സ്ഥിതി ഇതൊക്കെ തന്നെയാണ്. എല്ലാ പഴയ ഗ്രന്ഥങ്ങളുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. നമുക്കറിയാം, ഹെറോഡോട്ടസ് ചരിത്രത്തിന്റെ പിതാവെന്ന് അറിയപ്പെടുന്നു. ഹെറോഡോട്ടസിന്റെ കൃതി, അദ്ദേഹത്തിന്റെ ആ ചരിത്രകൃതി, അത് ആദ്യം എഴുതപ്പെടുന്നത് BC 480-നും 425-നും ഇടയിലാണെന്നാണ് പണ്ഡിതമതം. 480-നും 425-നും ഇടയിൽ. പക്ഷെ ഇന്ന് നിലവിലുള്ള കോപ്പി എന്ന് പറയുന്നത് AD 900-ലുള്ളതാണ്. എന്ന് വെച്ചാൽ 1300-ലധികം വർഷങ്ങളുടെ പഴക്കമാണുള്ളത് ഹെറോഡോട്ടസിനും ഇപ്പൊ നിലവിലിരിക്കുന്ന കോപ്പിക്കും തമ്മിൽ. 1300-ലധികം വർഷങ്ങളുടെ പഴക്കം. ഇതിനിടയിൽ ആരെങ്കിലും ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ തിരുത്തലുകൾ വരുത്തിയിട്ടുണ്ടോ? ഇല്ലാത്ത കാര്യങ്ങൾ എഴുതി ചേർത്തിട്ടുണ്ടോ? ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ പണ്ഡിതന്മാർ അംഗീകരിക്കുന്നില്ല. കാരണം അത് നമ്മളങ്ങനെ അവിശ്വസിക്കേണ്ട കാര്യമില്ല, അത് അങ്ങനെ തന്നെയാണെന്ന് അവരങ്ങ് സമ്മതിക്കുകയാണ്. ഇനി ഇതിന്റെ കോപ്പികളുടെ എണ്ണം നോക്കിയാൽ വെറും 8 കോപ്പിയേ ഉള്ളൂ. ഹെറോഡോട്ടസിന്റെ കൃതികളുടെ വെറും 8 കോപ്പി മാത്രമേ ഉള്ളൂ. ഇനി BC 100-നും BC 44-നും ഇടയിൽ ജീവിച്ചിരുന്ന സീസറിന്റെ കൃതികൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും പുരാതനമായ കോപ്പി എന്ന് പറയുന്നത് AD 900-ലുള്ളതാണ്. എന്ന് വെച്ചാൽ 1000 വർഷത്തിനടുത്തുള്ള കാലദൈർഘ്യമാണ് ഈ അസലും ഇന്ന് ലഭ്യമായിരിക്കുന്ന പുരാതന കോപ്പിയും തമ്മിലുള്ളത്.
ഇതിൻ്റെ കോപ്പികളുടെ എണ്ണം 10 ഉള്ളൂ. BC 384 BC 322 ഇടയിൽ ജീവിച്ചിരുന്ന അരിസ്റ്റോട്ടിലിൻ്റെ അദ്ദേഹത്തിൻ്റെ കൃതികളുടെ വിശ്വാസ്യത നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൃതിയുടെ ഏറ്റവും പഴയ പകർപ്പ് എന്ന് പറയുന്നത് AD 1100 എന്ന് വെച്ചാൽ 1400 വർഷത്തെ ഗ്യാപ്പുണ്ട് ഇതിനിടയിൽ. ഇനി BC 384 BC 322 ഇടയിൽ ജീവിച്ചിരുന്ന ഡെമോസ്തനീസ് എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം നല്ല പ്രസംഗകനായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളുടെ കാര്യം, അദ്ദേഹം മരിച്ചു കഴിഞ്ഞ് BC 300 ഈ പ്രസംഗമൊക്കെ പുസ്തക രൂപത്തിലായിട്ട് ക്രോഡീകരിക്കുന്നത്. 61 പ്രസംഗങ്ങളാണ്. അതിന്റെ നിലവിൽ ലഭ്യമായിരിക്കുന്ന ഏറ്റവും പുരാതനമായ കോപ്പി എന്ന് പറയുന്നത് AD 1100 എന്ന് വെച്ചാൽ 1400 വർഷങ്ങളുടെ ഗ്യാപ്പുണ്ട് അതിനിടയിൽ. BC 9 നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഹോമർ, ഇലിയഡും ഒഡീസി എന്ന് പറയുന്ന 2 പ്രശസ്തമായ കാവ്യങ്ങളുടെ രചയിതാവാണ് ഹോമർ. അദ്ദേഹത്തിന്റെ കൃതികൾ നോക്കിയാൽ ഇതിനേക്കാളൊക്കെ കുറച്ചുകൂടെ ആധികാരികത അതിനുണ്ട്. കാരണം ഇന്ന് ലഭ്യമായിരിക്കുന്ന ഇലിയഡിന്റെ ഏറ്റവും പുരാതന കോപ്പി എന്ന് പറയുന്നത് BC 400 ഒരു 500 കൊല്ലത്തെ പഴക്കമേ ഉള്ളൂ. അദ്ദേഹം 9 നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നു. ലഭ്യമായിരിക്കുന്നത് BC 400 അപ്പോൾ അങ്ങനെ വരുമ്പോൾ വേറൊരു 500 വർഷത്തെ പഴക്കമേ ഉള്ളൂ. മാത്രമല്ല ഈ കോപ്പികളുടെ എണ്ണത്തിലും മറ്റുള്ളതിനെ അപേക്ഷിച്ച് കൂടുതൽ വിശ്വാസ്യതയുണ്ട്. 643 കോപ്പികൾ ലഭ്യമാണ് അതിൻ്റെ ഇലിയഡിന്റെ. ഈ 643 കോപ്പി എന്ന് പറയുമ്പോൾ ഇതുപോലെ പരിപൂർണമായ കോപ്പി എന്ന് ആരും തെറ്റിദ്ധരിക്കല്ലേ, അങ്ങനെ ചിന്തിക്കണ്ട. വളരെ കുറച്ചേ ഉള്ളൂ അങ്ങനെയുള്ള കോപ്പികൾ. ഇതൊക്കെ പലതും കുറച്ച് ഫ്രാഗ്മെന്റ്സുകളാണ്, കുറച്ച് കഷ്ണങ്ങളാണ്, ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ ആയിരിക്കും ഒരു പാപ്പിറസിന്റെ കുറച്ച് ഭാഗങ്ങൾ. നമ്മളെ സംബന്ധിച്ച് അതിന് വലിയ വിലയൊന്നും ഉണ്ടാവില്ല. ഒരു വിസിറ്റിംഗ് കാർഡിന്റെ വലുപ്പത്തിലൊക്കെയുള്ള ഒരു പാപ്പിറസ് കഷ്ണം കിട്ടിയാൽ നമുക്കതൊരു വിലയായിരിക്കില്ല. പക്ഷെ ചരിത്രകാരന്മാർക്ക് അത് വളരെ അമൂല്യമായ ഒന്നാണ്. അവരതിന് വളരെ വില കൊടുക്കും. കാരണം അതിനകത്ത് എഴുതിയിരിക്കുന്ന, അവർ പരിശോധിക്കുന്നത് എങ്ങനെയാണ്, അവരുടെ മാനദണ്ഡം അനുസരിച്ച് 21 നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് 1000 2000 കൊല്ലമോ ഒന്നും അതൊരു മാനദണ്ഡം. അപ്പൊ ഈ മാനദണ്ഡം അവരെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ വില ഇങ്ങനെയാണ്. അതൊരു മുഴുവൻ കോപ്പിയുടെ ഭാഗമായിട്ടാണ് അവർ കാണുന്നത്. ഇത് നാം വ്യക്തമായിട്ട് മനസ്സിലാക്കണം. കാരണം നിരീശ്വര മതക്കാർക്ക് ഇങ്ങനെയുള്ള ഇതൊന്നും ബാധകമല്ല. ചരിത്രകാരന്മാർ അല്ലെങ്കിൽ മാനുസ്ക്രിപ്റ്റ് സ്കോളേഴ്സ്, കയ്യെഴുത്തുപ്രതി വിദഗ്ധന്മാർ ഒരു കൃതിയുടെ ആധികാരികത നിശ്ചയിക്കുവാൻ വേണ്ടി അവർ വെച്ചിരിക്കുന്ന മാനദണ്ഡങ്ങളൊന്നും ഈ നിരീശ്വര മതക്കാർക്ക് ബാധകമല്ല. അവർ അവരുടെ ചില മാനദണ്ഡങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം നമ്മൾ എടുത്തിട്ട് ഇതാ ഇങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അവർ പറയും അതൊരു കഷ്ണമല്ല, അതിനെന്ത് വിലയാണ് ഉള്ളതെന്ന് ചോദിക്കും. അത് കയ്യെഴുത്തുപ്രതിയെക്കുറിച്ച് അറിവില്ലാഞ്ഞിട്ടാണ്. കയ്യെഴുത്തുപ്രതിയെക്കുറിച്ച് പഠിക്കുന്നവർ ഇതിന് വളരെയധികം വില കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ കാര്യം മനസ്സിൽ വെച്ചിട്ട് നമ്മൾ പുതിയ നിയമത്തിന്റെ സുവിശേഷങ്ങളുടെ ആധികാരികത ഒന്ന് പരിശോധിക്കാം. അതിന്റെ ദൈവവചനപരമായ കാര്യങ്ങളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, ആ കൃതിയുടെ ചരിത്രപരമായ ആധികാരികത, ആ ഗ്രന്ഥം ചരിത്രപരമായി അത് വിശ്വസിക്കാൻ കൊള്ളാവുന്നതാണോ അല്ലയോ എന്നുള്ളതാണ് പരിശോധിക്കുന്നത്. ഇന്ന് നമുക്ക് ലഭ്യമായിരിക്കുന്ന പുതിയ നിയമത്തിന്റെ ഏറ്റവും പഴയ ഭാഗം എന്ന് പറയുന്നത് ജോൺ റൈലൻ പേപ്പർ എന്നറിയപ്പെടുന്ന യോഹന്നാൻ സുവിശേഷത്തിന്റെ ഒരു ഭാഗമാണ്. ജോൺ റൈലൻ പേപ്പർ അത് ഇംഗ്ലണ്ടിൽ മാഞ്ചസ്റ്ററിലുള്ള ജോൺ റൈലൻ ലൈബ്രറിയിലാണ് ഈ ഭാഗം സൂക്ഷിച്ചിരിക്കുന്നത്. ജോൺ റൈലൻഡ് എന്ന് പറയുന്ന ഒരു പ്രൊഫസറാണ് ഇത് കണ്ടെത്തിയത്. അതുകൊണ്ട് ആ ഫ്രാഗ്മെന്റിന് അദ്ദേഹത്തിന്റെ പേര് കൊടുത്തു. ഇതിന്റെ പഴക്കം എന്ന് പറയുന്നത് AD 130 AD 130. നിങ്ങൾ ചിന്തിച്ചു നോക്കണം, മറ്റ് എല്ലാ രേഖകളെന്ന് പറയുന്നത് 1400 1500 1300 1000 1100 അത്രയും വർഷങ്ങളുടെ പഴക്കമാണ് ഒറിജിനലും ലഭ്യമായിരിക്കുന്ന ഏറ്റവും പുരാതന കോപ്പിയും തമ്മിൽ. എന്നിട്ടും അതിനാരും അവിശ്വസിക്കുന്നില്ല. അത് പൂർണ്ണമായിട്ടും അത് ചരിത്രരേഖയായിട്ട് തന്നെ അവർ അംഗീകരിക്കുന്നു. ഇവിടെ ബൈബിളിലേക്ക് വരുമ്പോൾ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യോഹന്നാൻ സുവിശേഷം AD 90 എഴുതപ്പെട്ടതാണ്. AD 90 എഴുതപ്പെട്ട യോഹന്നാൻ സുവിശേഷത്തിന്റെ ഒരു കോപ്പിയുടെ ഒരു ഭാഗം ജോൺ റൈലൻ പേപ്പർ എന്ന് പറയുന്നത് AD 130 എന്ന് വെച്ചാൽ വെറും 40 വർഷത്തെ ഗ്യാപ്പേ ഉള്ളൂ. അസലും ഈ ഏറ്റവും പുരാതനമായ പകർപ്പും തമ്മിൽ വെറും 40 വർഷത്തെ പഴക്കമേ ഉള്ളൂ. മനുഷ്യവർഗത്തിന് ഇന്ന് ലഭ്യമായിരിക്കുന്ന ഏതൊരു പുരാതന ചരിത്ര കൃതിയെ നോക്കിയാലും ഇതുപോലെ അസലും പകർപ്പും തമ്മിൽ ഇത്രമാത്രം പ്രായം കുറഞ്ഞ വേറെ ഒരു കൃതിയില്ല. അത്ര ആധികാരികമായത്. 1400 വർഷം 1500 വർഷം കഴിഞ്ഞ് എഴുതപ്പെട്ട അല്ലെങ്കിൽ ലഭ്യമായിരിക്കുന്ന കോപ്പികൾ ഒരു കുഴപ്പവും കൂടാതെ വിശ്വസിക്കാമെന്ന് പറയുന്ന കയ്യെഴുത്തുപ്രതി വിദഗ്ധന്മാര് അവർ പറയുന്ന അതിനേക്കാളും 1000 മടങ്ങ് ആധികാരികത യോഹന്നാന്റെ സുവിശേഷത്തിനുണ്ടെന്നാണ്. മനസ്സിലായോ? ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇവര് നമ്മളെ പറ്റിക്കുക. ഇവർ പറയും ഇതൊന്നും വിശ്വസിക്കാൻ കൊള്ളില്ല, ഇതൊക്കെ മതഗ്രന്ഥങ്ങളാണ്, കെട്ടുകഥകളാണ്, പിൽക്കാലത്തുണ്ടായി വന്നതാണെന്നൊക്കെ അവർ പറയും.
ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അസിസ്റ്റന്റ് പ്രൊഫസർ രവീന്ദ്രൻ പറയുന്നത് 300 വർഷം കഴിഞ്ഞ് സുവിശേഷം എഴുതപ്പെട്ടെന്ന. അത് നമുക്ക് പുറകെ പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ ഈ മാനുസ്ക്രിപ്റ്റ് പണ്ഡിതന്മാർ ഏത് മാനദണ്ഡം ഉപയോഗിച്ചാണോ ഒരു കൃതിയുടെ പുരാതനത്വം അവർ അളക്കുന്നത്, അതേ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചാൽ ബൈബിൾ വിശ്വസിക്കാൻ പറ്റാവുന്ന ഒന്നാണ്. ഏറ്റവും മറ്റ് ഏത് ചരിത്ര ഗ്രന്ഥത്തെക്കാളും ആധികാരികമായി വിശ്വസിക്കാൻ പറ്റാവുന്നതാണ് എന്ന് കാണാൻ പറ്റും. ഇതിന്റെ ആധികാരികത, ഇതിന്റെ ചരിത്രപരമായ ആധികാരികത ഒരാൾ തള്ളിക്കളയുകയാണെങ്കിൽ അവൻ പിന്നെ വേറെ പുരാതനമായ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഒന്നിനും ഇത്രയും ആധികാരികതയില്ല. ഇനി ഇതിന്റെ കയ്യെഴുത്ത് പ്രതികളുടെ എണ്ണം നോക്കാം. ഞാൻ നേരത്തെ കണ്ടു, ഇലിയട്ട് മാത്രമാണ് ഏറ്റവും കൂടുതൽ, 643 കോപ്പി. ബാക്കിയൊക്കെ 8 കോപ്പി, 7 കോപ്പി, 10 കോപ്പി അങ്ങനെയൊക്കെയാണ്. പക്ഷെ പുതിയ നിയമത്തിന്റെ കയ്യെഴുത്ത് പ്രതികളുടെ എണ്ണം എത്രയുണ്ടെന്ന് അറിയാമോ? ഇതെഴുതിയത് ഗ്രീക്ക് ഭാഷയിലാണ്. ആ ഗ്രീക്ക് ഭാഷയിലുള്ള കോപ്പി തന്നെ 5686 എണ്ണം ഉണ്ട്. ആലോചിച്ച് നോക്കണം. അത് കഴിഞ്ഞ പിന്നെ നിൽക്കുന്നത് ഇലിയട്ടാണ്, 643 കോപ്പിയേ ഉള്ളൂ. ഇവിടെ ആ സമയത്താണ് ഗ്രീക്ക് ഭാഷയിൽ മാത്രം പുതിയ നിയമത്തിന്റെ 5686 കോപ്പി. ഇനിയാ അത് ഗ്രീക്ക് ഭാഷയിൽ. സുവിശേഷം 1-ാം നൂറ്റാണ്ടിൽ തന്നെ അന്നറിയപ്പെടുന്ന ലോകത്ത് മുഴുവൻ എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ആ പ്രദേശങ്ങളിലെല്ലാം സഭയുണ്ടായി, അവർക്ക് ബൈബിൾ വേണമെന്നുള്ളതുകൊണ്ട് അവരവരുടെ ഭാഷകളിലേക്ക് ഇത് പരിഭാഷപ്പെടുത്തിയിരുന്നു. ആ പരിഭാഷപ്പെടുത്തിയ കോപ്പികളും കൂടി നോക്കുകയാണെങ്കിൽ അത് സുറിയാനി, ലാറ്റിൻ, കോപ്റ്റിക്, അരാമിക്, ഗോത്തിക്, അറബിക്, അർമീനിയൻ, സ്ലാവിക്, പേർഷ്യൻ, ആംഗ്ലോ സാക്സൺ തുടങ്ങിയ ഭാഷകളിലേക്കാണ് അത് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെയൊക്കെ കയ്യെഴുത്ത് പ്രതികൾ എത്ര ഉണ്ടെന്ന് അറിയാമോ? അത് 19,284 കോപ്പികളുണ്ട്. 19,284 കോപ്പികൾ എന്ന് വെച്ചാൽ മൊത്തം 24,970 പഴയ നിയമ പുതിയ നിയമ കയ്യെഴുത്ത് പ്രതികളുടെ ഭാഗങ്ങളെല്ലാം ഇന്ന് ലഭ്യമാണ്. ലോകത്ത് വേറെ ഒരു കൃതിക്കും ഇത്രയും കയ്യെഴുത്ത് പ്രതികളില്ല. ഇതിൽ കൂടുതലുണ്ടാവേണ്ടതാ. വാസ്തവത്തിൽ ഇതിൽ കൂടുതലുണ്ടാവേണ്ടതാ. റോമൻ ചക്രവർത്തിമാരുടെ പീഡനകാലത്ത് ഈ പുസ്തകം കൈവശം വയ്ക്കുന്നവരൊക്കെ കൊല്ലണമെന്ന്, ഈ പുസ്തകം നശിപ്പിച്ച് കളയണം എന്നുള്ള ഉത്തരവിട്ടു. അതനുസരിക്കാൻ കൂട്ടാക്കാത്തവരൊക്കെ കൊല്ലണമെന്ന് പറഞ്ഞ് കൽപ്പന കിട്ടതുകൊണ്ട് ധാരാളം കയ്യെഴുത്ത് പ്രതികൾ അന്ന് കത്തിച്ച് കളഞ്ഞു, നശിപ്പിച്ചിട്ടുണ്ട് മതപീഡന കാലത്ത്. അത് അങ്ങനെ കത്തിച്ച് നശിപ്പിക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് ഇതിന്റെ ആധികാരികത, ഇതിനേക്കാൾ എണ്ണം, കയ്യെഴുത്ത് പ്രതികളുടെ എണ്ണം ഇതിൽ കൂടുതലുണ്ടാകുമായിരുന്നു. പക്ഷെ എന്നാൽ അതൊക്കെ നശിച്ചു പോയതെല്ലാം അവശേഷിച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഇത്രയേ ഉണ്ട്. ഇത്ര അധികം കയ്യെഴുത്ത് പ്രതിയുള്ള വേറെ ഒരു കൃതിയും ലോകത്തില്ല. എന്നിട്ടും പറയുന്നു ഇത് ചരിത്രപരമായി വിശ്വസിക്കാൻ കൊള്ളാവുന്നതല്ല, ഇത് അവിശ്വസിക്കണമെന്ന്. അതിന് എന്ത് ആധികാരികതയുള്ള പറയുന്നതിന്? അങ്ങനെ പറയുന്ന വ്യക്തിക്ക് ചരിത്രത്തെക്കുറിച്ച് യാതൊന്നും അറിഞ്ഞുകൂടാ, കയ്യെഴുത്ത് പ്രതികളെ കുറിച്ച് യാതൊന്നും അറിഞ്ഞുകൂടാ. കയ്യെഴുത്ത് പ്രതി വിദഗ്ധന്മാർ എന്ത് മാനദണ്ഡം ഉപയോഗിച്ചാണ് ഒരു കൃതിയുടെ ആധികാരികത പരിശോധിക്കുന്നതെന്ന് അറിയാത്ത വ്യക്തികൾ മാത്രമേ സുവിശേഷങ്ങളെ തള്ളിപ്പറയുകയുള്ളൂ, അതിന്റെ ആധികാരികത തള്ളിക്കളയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ശ്രീ രവീന്ദ്രൻ നടത്തിയ പ്രസ്താവന സുവിശേഷങ്ങളൊന്നും യഥാർത്ഥ ലോകത്ത് സംഭവിച്ച കാര്യങ്ങളെ സംബന്ധിച്ച ആധികാരിക രേഖയല്ലെന്ന് 19-ാം നൂറ്റാണ്ടിന് ശേഷം മതപണ്ഡിതന്മാരൊക്കെ സമ്മതിക്കുന്നു എന്ന് പറഞ്ഞത് ശുദ്ധ നുണയാണ്, ശുദ്ധ കളവ. അതിന് യാതൊരു വസ്തുതാപരമായ തെളിവുമില്ല. അദ്ദേഹം വെറുതെ അങ്ങ് ഇത് ചെയ്തിരിക്കുകയാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവർ അപ്ഡേറ്റ് ഇല്ലാത്തതിന്റെ കുഴപ്പമാണിത്. ഇവരൊക്കെ ഈ ചരിത്ര വിജ്ഞാനത്തിന്റെ കാര്യത്തിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 75 വർഷമെങ്കിലും പുറകില്ല. കാരണം ഇത് പണ്ട് പറഞ്ഞിരുന്ന സുവിശേഷങ്ങളൊന്നും വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പണ്ട് പറഞ്ഞിരുന്നു. ഏകദേശം 18-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ, 19-ാം നൂറ്റാണ്ടിൽ, 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യഭാഗത്തിൽ ആ സമയത്ത് ഇത് പറഞ്ഞിരുന്നു. എല്ലാവരും അല്ല, ചില നിരീശ്വരവാദ പണ്ഡിതന്മാര്. എന്നാൽ ആ സമയത്ത് തന്നെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ വിശ്വാസികളായ പണ്ഡിതന്മാരും ഈ ഫീൽഡിലേക്ക് ഇറങ്ങി. പുരാവസ്തു ഗവേഷണത്തിലേക്കും അതുപോലെ തന്നെ ഈ പുരാതന കയ്യെഴുത്ത് പ്രതികളുടെ പഠനത്തിലേക്കും മാനുസ്ക്രിപ്റ്റ് പഠന രംഗത്തേക്കൊക്കെ വിശ്വാസികളും ഇറങ്ങി. അതിന്റെ അനന്തരഫലം എന്തായിരുന്നു അറിയാമോ? ഈ 18, 19, 20 നൂറ്റാണ്ടുകളിൽ തന്നെ ഇത് സംഭവിച്ചിരുന്നു. സർ വില്യം റാംസെ, വില്യം എഫ് ഓൾബ്രൈറ്റ്, ഓസ്വാൾഡ് തോംസൺ അല്ലിസ്, ജാക്ക് ഫിനിഗിൻ, സർ ഫ്രെഡറിക് ജോർജ് കെന്യോൻ, ബ്രൂസ് മെറ്റ്സഗർ, ജോൺ വാർവിക് മോണ്ട്ഗോമറി, മെറിൽ എഫ് ഹങ്കർ, ബെഞ്ചമിൻ വാർഫീൽഡ്, ജോർജ് ഏണസ്റ്റ് റൈറ്റ്, ഇ.ജെ. യങ്, എഡിൻ എം യമൗച്ചി, റൊണാൾഡ് എഫ് യങ് ബ്ലഡ്, റോബർട്ട് ഡിക് വിൽസൺ, ബെർണാഡ് റാം തുടങ്ങിയ ധാരാളം പണ്ഡിതന്മാർ ഈ രംഗത്തേക്ക് ഇറങ്ങി ഈ മാനുസ്ക്രിപ്റ്റുകളൊക്കെ ശരിയായ വിധത്തിൽ അവർ പഠിക്കുകയും ഇതിന്റെ ആധികാരികത നിശ്ചയിക്കുകയും ചെയ്തു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് 20-ാം നൂറ്റാണ്ടിന്റെ പകുതി ആയപ്പോഴേക്കും പണ്ഡിത ലോകം അഭിപ്രായം മാറ്റി. വേറെ നിവൃത്തിയില്ല, അത്രയധികം തെളിവുകൾ വെച്ചിട്ടാണ് ഇത് സ്ഥാപിച്ചത്. ഇവർ സമർത്ഥിച്ചു, നിങ്ങളിത് തള്ളിക്കളയുകയാണെങ്കിൽ
സുവിശേഷങ്ങൾ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ തള്ളിയാൽ, ഇത് ചരിത്രരേഖയല്ലെന്ന് പറഞ്ഞാൽ ഇന്ന് ലഭ്യമായിരിക്കുന്ന ഒരു ചരിത്രകൃതിയും നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് അവർ സ്ഥാപിച്ചു. അങ്ങനെ സ്ഥാപിച്ചു കഴിഞ്ഞപ്പോഴാണ് പണ്ഡിത ലോകം അഭിപ്രായം മാറ്റുന്നത്. ഈ പണ്ഡിതന്മാരുടെ പേര് ഞാനിപ്പം ഉദ്ധരിച്ച പണ്ഡിതന്മാർ, ഇവരെല്ലാം അവർ ജീവിച്ചിരുന്ന കാലത്ത് ഏറ്റവും ആധികാരികമാണ്. അവരുടെ ആ ഫീൽഡിൽ മാനുസ്ക്രിപ്റ്റ് പഠനരംഗത്ത് അവർ അവസാന വാക്കാ, അത്ര ആധികാരികതയുള്ളവരവർ. അപ്പം ഇവരൊക്കെ കൊണ്ടുവരുമ്പോൾ സാധാരണ ഈ നിരീശ്വരവാദികൾ പറയുന്നൊരു കാര്യമുണ്ട്, ഇവരൊക്കെ ദൈവവിശ്വാസികളല്ലേ എന്ന്. ഇവരൊക്കെ ദൈവവിശ്വാസികളല്ലേ, സ്വാഭാവികമായിട്ട് ഇങ്ങനെയല്ലേ പറയുമെന്ന്. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇവരൊക്കെ ഇവരിൽ പലരും പിൽക്കാലത്ത് ദൈവവിശ്വാസികളായതാ. ഇവർ ആരംഭത്തിൽ നിരീശ്വരവാദികളൊക്കെ ആയിട്ട് തുടങ്ങിയവരാണ്. ഇവർ ആരംഭത്തിൽ ഇത് ബൈബിളിനകത്തുള്ള ഏതെങ്കിലും ഒരു തെറ്റ്, ചരിത്രപരമായ ഒരു തെറ്റ് ചരിത്രരേഖ വെച്ച് തെളിയിച്ചു കഴിഞ്ഞാൽ തനിക്ക് ലഭിക്കാൻ പോകുന്ന പേരും പ്രശസ്തിയും ഒക്കെ എന്താണെന്ന് നല്ല ബോധ്യം ഉണ്ടായിരുന്നത് കൊണ്ട് ഇവർ പലരും ഇതിനകത്ത് തെറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഗവേഷണ രംഗത്തേക്ക് വന്നവരാ. പക്ഷേ പഠനം മുന്നോട്ട് പോകുന്നതോറും അവർക്ക് മനസ്സിലായി തെറ്റ് പറ്റിയത് ബൈബിളിനല്ല, ഞങ്ങൾക്കാണെന്ന്. ഞങ്ങളുടെ ധാരണകൾക്കാണ് തെറ്റ് പറ്റിയത്, ബൈബിളിനല്ല. അത് അവർക്ക് മനസ്സിലായി. അങ്ങനെ ധാരാളം പേരെ പറയാനുണ്ടെങ്കിൽ ഞാൻ ഒരാളെ കുറിച്ച് പറയാം. സർ വില്യം റാംസേ എന്ന് പറയുന്ന പണ്ഡിതൻ. അദ്ദേഹം 1851 മുതൽ 1939 വരെ ജീവിച്ചിരുന്ന ആളാണ്. എക്കാലത്തെയും ഏറ്റവും വലിയ ഒരു പുരാവസ്തു ഗവേഷകനായി പണ്ഡിത ലോകം കരുതി പോരുന്ന വ്യക്തിയാണ് വില്യം റാംസേ. അദ്ദേഹം ഓക്സ്ഫോർഡ് കോളേജിലും അതുപോലെ എബർട്ടീൻ യൂണിവേഴ്സിറ്റിയിലും പ്രൊഫസറായിരുന്നു. അപ്പം ഇദ്ദേഹം ഈ ജർമ്മൻ ചരിത്ര വിദ്യാലയത്തിൽ പഠിച്ച ആളാണ്. ട്യൂബിൻഗൻ സിദ്ധാന്തം എന്ന് പറയുന്നത്, അതായത് സുവിശേഷങ്ങളെല്ലാം 200 ശേഷം എഴുതപ്പെട്ടതാണ്, അല്ലെങ്കിൽ 160-70 ശേഷമൊക്കെ എഴുതപ്പെട്ടതാണ്. ഒരിക്കലും അപ്പോസ്തലന്മാർ എഴുതിയതല്ല, യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ എഴുതിയതല്ല, പിൽക്കാലത്തുള്ളവർ എഴുതിയതാണെന്നുള്ളൊരു സിദ്ധാന്തമാണ്. അപ്പോൾ ആ സിദ്ധാന്തം അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. പക്ഷെ അദ്ദേഹത്തിന് ഈ ഏഷ്യ മൈനറിലെ ഭൂപട ചിത്രീകരണത്തിന്റെ ഭാഗമായിട്ടുള്ള ആ ഒരു സംഘത്തിലേക്ക് അദ്ദേഹത്തെ കൂടെ ഉൾപ്പെടുത്തി. അങ്ങനെ ഉൾപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഈ അപ്പോസ്തല പ്രവൃത്തിയൊക്കെ ശരിയായ വിധത്തിൽ പഠിക്കേണ്ടി വന്നു. ഏഷ്യ മൈനറിന്റെ ആ 1-ാം നൂറ്റാണ്ടിലുള്ള അവസ്ഥയൊക്കെ അറിയാൻ വേണ്ടി അദ്ദേഹം പഠിക്കേണ്ടി വന്നു. അങ്ങനെ പഠിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹം പിന്നെ വർഷങ്ങളോളം അതിനുവേണ്ടി ഗവേഷണം നടത്തി. അവസാനം അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ അടുത്ത കാലത്ത് ഏഷ്യ മൈനറിലെ ഭൂപട ചിത്രീകരണത്തിന്റെയും പൗരാണികതയുടെയും സമൂഹത്തിന്റെയും ആധികാരികതയായി അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം അടുത്തു വരുന്നതായി ഞാൻ കണ്ടു. ഈ വിവരണങ്ങൾ അത്ഭുതകരമായ സത്യം വിളിച്ചറിയിക്കുന്നുവെന്ന് കാലക്രമേണ ഞാൻ മനസ്സിലാക്കി. ഈ കൃതി 2-ാം നൂറ്റാണ്ടിലെ ഒരു രചനയാണെന്നും 1-ാം നൂറ്റാണ്ടിലെ അവസ്ഥയ്ക്ക് ഈ തെളിവ് വിശ്വാസയോഗ്യമാണെന്ന് ഒരിക്കലും വിശ്വസിക്കാതെയുള്ള അനുമാനത്തിൽ തുടങ്ങി ക്രമേണ അത് ചില അഗോചരവും ദുഷ്കരവുമായ പഠനങ്ങൾക്കൊരു സഹായിയാണെന്ന് ഞാൻ മനസ്സിലാക്കി. എന്ന് വെച്ചാൽ ഞാനത് തുടങ്ങുന്ന സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നത് 2-ാം നൂറ്റാണ്ടിലെ രചനയാണെന്ന്. പക്ഷെ പഠനം മുന്നോട്ട് പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ഞാൻ മനസ്സിലാക്കി വെച്ചതിൻ്റെ അപ്പുറത്താണ് ഈ കാര്യങ്ങളെന്നൊക്കെ. എന്നിട്ട് 30 വർഷത്തെ പഠനം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം എഴുതുകയാണ്. ലൂക്കോസിനെ കുറിച്ച് അദ്ദേഹം പറയുക, അപ്പോസ്തല പ്രവൃത്തി എഴുതിയത് ലൂക്കോസ് ആണല്ലോ. അപ്പൊ അദ്ദേഹം പറയാ, 1-ാം കിടയിലുള്ള ഒരു ചരിത്രകാരനാണ് ലൂക്കോസ്. 1-ാം കിടയിലുള്ള ഒരു ചരിത്രകാരനാണ് ലൂക്കോസ്. തന്റെ വസ്തുതകളുടെ പ്രസ്താവനകൾ വിശ്വാസയോഗ്യമാണെന്ന് മാത്രമല്ല, വലിയ ചരിത്രകാരന്മാരുടെ നിരയിൽ ഈ രചയിതാവിനെ പ്രതിഷ്ഠിക്കണം. ബൈബിളിലെ 2 പുസ്തകങ്ങൾ എഴുതിയ ഒരു വ്യക്തിയെ കുറിച്ച് ലോകം കണ്ട ഏറ്റവും വലിയ പുരാവസ്തു ഗവേഷകനായിരിക്കുന്ന വില്യം റാംസേ പറയാണ്, ഞങ്ങളെക്കാളും മുകളിൽ വെക്കാൻ പറ്റുന്ന ചരിത്രകാരനാണ് ലൂക്കോസ് എന്ന്. എന്നിട്ടാണ് ഇവിടെ ചിലർ പറയുന്നത് ഇത് ആധികാരിക രേഖയല്ല, ഇത് വിശ്വസിക്കാൻ പറ്റില്ല, ഇതൊന്നും ചരിത്രത്തിൽ നടന്ന കാര്യങ്ങളല്ലെന്ന്. മാത്രമല്ല അദ്ദേഹം പിന്നെയും പറഞ്ഞു, ലൂക്കോസിന്റെ ചരിത്രം അതിന്റെ വിശ്വാസ്യതയിൽ മറ്റെന്തിനേക്കാളും ഉയർന്നു നിൽക്കുന്നു. പുരാതന കാലത്തെ ഏതൊരു കൃതി എടുത്താലും ആ കൃതിക്കുള്ള ചരിത്രപരത എത്രയെന്ന് പറഞ്ഞാലും അതിൻ്റെയും മുകളിൽ നിൽക്കുകയാണ് ലൂക്കോസിന്റെ ചരിത്രപരത, അല്ലെങ്കിൽ ലൂക്കോസിന്റെ ആധികാരികത. സുവിശേഷമാകട്ടെ അപ്പോസ്തല പ്രവൃത്തിയാകട്ടെ, ഇത് രണ്ടിൻ്റെയും ആധികാരികത അത് ഇതുവരെയുള്ള ലോകത്തെ ഏറ്റവും പുരാതനമായ ഏത് കൃതി എടുത്താലും ശരി അതിൻ്റെ മുകളിലുള്ളതാണ്. അത്ര ആധികാരികമാണ് ഈ ലൂക്കോസ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് മഞ്ഞുമലയുടെ ഒരു അഗ്രം മാത്രമാണ്, മൊത്തമല്ല, കുറേ ഉണ്ട്. ഇതുപോലെ ധാരാളം പണ്ഡിതന്മാരുണ്ട്. ബൈബിൾ തെറ്റാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുകയും ഇത് സത്യമാണെന്ന് മനസ്സിലാക്കി ദൈവത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നത്. വില്യം റാംസേ പിൽക്കാലത്ത് ബൈബിൾ വിശ്വാസിയായി മാറി. അദ്ദേഹം ബൈബിൾ സത്യമാണെന്ന് തെളിയിക്കുന്ന ധാരാളം ഉദ്ഘനനങ്ങൾ നടത്തുകയും പുസ്തകങ്ങൾ ധാരാളം എഴുതുകയും ചെയ്ത വ്യക്തിയാണ്. അപ്പൊ ഇങ്ങനെയുള്ള നാം മനസ്സിലാക്കണം, ഈ വിഷയത്തിൽ ആധികാരികതയുള്ള ആളുകളൊക്കെ പറയുന്നത് ഇത് വിശ്വസിക്കാൻ കൊള്ളാവുന്ന, ഇത് വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷേ നിരീശ്വര മതക്കാർ പറയുകയാണ് ഇതൊന്നും ചരിത്രരേഖയല്ല എന്ന്. ഇത് ചരിത്രരേഖ അല്ലെങ്കിൽ പിന്നെ ഏതാ ചരിത്രരേഖ?
ഇതിനെ ചരിത്രരേഖയായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ഏതിനെയാണ് നിങ്ങൾക്ക് ചരിത്രരേഖയായിട്ട് വിശ്വസിക്കാൻ പറ്റുന്നത്? പറ്റുകയില്ല. ഇപ്പൊ ബൗദ്ധിക സത്യസന്ധത അല്പമെങ്കിലും പുലർത്തണം. അസിസ്റ്റന്റ് പ്രൊഫസർ രവീന്ദ്രനോട് എനിക്ക് പറയാനുള്ളത്, താങ്കൾ ഒരു അസിസ്റ്റന്റ് പ്രൊഫസറാണ്, അതിന്റെ മാന്യതയെങ്കിലും കാണിക്കണം. കേരളീയ പൊതുസമൂഹത്തിലേക്ക് ഒരു പുസ്തകം എഴുതി വിടുമ്പോൾ അത് തന്റെ മതത്തിന്റെ, നിരീശ്വര മതത്തിന്റെ പ്രചരണത്തിന് വേണ്ടിയുള്ള വ്യാജങ്ങളായിരിക്കരുത്, വസ്തുതകളായിരിക്കണം. സത്യസന്ധമായ വിധത്തിൽ ബൗദ്ധികമായ സത്യസന്ധത പുലർത്താൻ നിങ്ങളൊക്കെ ശ്രമിക്കണം. അത് വളരെ നല്ലതാണ്. അതുകൊണ്ട് നഷ്ടമൊന്നും നിങ്ങൾക്ക് വരികയില്ല. ഇത് പറഞ്ഞ് ഞാൻ ഈ ഭാഗം വിടുകയാണ്. അടുത്തതിലേക്ക് കടക്കുകയാണ്, സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ട്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് നമ്മൾ നേരത്തെ കണ്ടു, ക്രിസ്തുവിന്റെ മരണം കഴിഞ്ഞ് വളരെ കാലത്തിന് ശേഷമാണ്, കുറഞ്ഞത് 300 കൊല്ലം അത് കഴിഞ്ഞിട്ടാണ് സുവിശേഷങ്ങളൊക്കെ രചിക്കപ്പെട്ടത്. നാം നേരത്തെ കണ്ടു AD 130 ജോൺ റൈലൻഡ് പേപ്പറുണ്ട്. അതിൻ്റെ അർത്ഥം കുറഞ്ഞത് യോഹന്നാൻ സുവിശേഷമെങ്കിലും എന്തായിട്ടുണ്ട്? AD 130 യോഹന്നാൻ സുവിശേഷമെങ്കിലും ഉണ്ട്. പക്ഷെ ഇദ്ദേഹം പറയാണ് ക്രിസ്തുവിന്റെ മരണം കഴിഞ്ഞ് 300 കൊല്ലം കഴിഞ്ഞിട്ട്, ഈ 300 കൊല്ലത്തിന്റെ കണക്ക് ഇദ്ദേഹം കയ്യിൽ നിട്ടതാ. ഡോക്കിൻസ് അത് പറഞ്ഞിട്ടില്ല. കാരണം ഡോക്കിൻസിന് അറിയാം, ഇതും പറഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ പാശ്ചാത്യ ലോകത്തെ പണ്ഡിതന്മാരും നല്ല ഭംഗിയായിട്ട് പഞ്ഞിക്കിടും, ഉറപ്പാ. കാരണം അവര് തള്ളിക്കളഞ്ഞിരിക്കുന്നത്, അവർക്കറിയാം ഇത് 19-ാം നൂറ്റാണ്ടിൽ ഇതിന് കുറച്ചു നാൾ നിന്ന സിദ്ധാന്തമാണ്. പക്ഷെ തെളിവുകളെല്ലാം ഇതിനെതിരായതുകൊണ്ട് അവരെല്ലാം തള്ളിക്കളഞ്ഞു. അതുകൊണ്ട് ഡോക്കിൻസ് ഇത് എഴുതിയിട്ടില്ല. പക്ഷെ ഇദ്ദേഹം അസിസ്റ്റന്റ് പ്രൊഫസർ രവീന്ദ്രൻ ഇപ്പോഴും 75 വർഷം പുറകില. അതുകൊണ്ട് അദ്ദേഹം കയ്യിൽ നിട്ടിരിക്കുകയാണ്, ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുക 300 വർഷം കഴിഞ്ഞ്. അപ്പൊ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണം നടന്നത് AD 30 നമ്മൾ കണക്കൂട്ടി എടുക്കുകയാണെങ്കിൽ 300 വർഷം എന്ന് പറയുമ്പോൾ AD 330 സുവിശേഷങ്ങളെല്ലാം എഴുതപ്പെട്ടത്. AD 330. AD 325 നിക്കാ സുനഹദോസ് നടന്നു. ഇവര് ഈ നിരീശ്വരവാദികൾ തന്നെ ഉന്നയിക്കുന്ന വേറൊരു ആരോപണമുണ്ട്. AD 325 നിക്കാ സുനഹദോസിലാണ് ഈ ഇന്ന് കണ്ട 4 സുവിശേഷങ്ങളും അവർ തെരഞ്ഞെടുത്ത് ബാക്കിയുള്ള സുവിശേഷങ്ങളൊക്കെ നശിപ്പിച്ചു എന്ന്. പക്ഷേ ശ്രീ രവീന്ദ്രൻ പറയാണ് അപ്പോഴൊന്നും അല്ല, അതും കഴിഞ്ഞ് പിന്നെ 5 കൊല്ലം കഴിഞ്ഞിട്ടാ. ചിന്തിച്ചു നോക്കണം ഇവരുടെ ആശയപാപ്പരത്വം. പക്ഷെ ഇവിടെ ഇനി പരിശോധിക്കുകയാണ് ചില കയ്യെഴുത്ത് പ്രതികളെ കുറിച്ചും അതുപോലെ തന്നെ ഈ വാദത്തിന്റെ പൊള്ളത്തരങ്ങളെ കുറിച്ചും നമുക്ക് നോക്കാം. AD 130 എഴുതപ്പെട്ട ജോൺ റൈലൻഡ് പേപ്പറിന്റെ ആ കാര്യത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു. ഇനി AD 150-നും 200-നും ഇടയിൽ എഴുതപ്പെട്ട ബോഡ്മർ പപ്പൈറസ് 2 എന്ന് പറയുന്ന ഒരു കയ്യെഴുത്ത് പ്രതിയുടെ ഭാഗമുണ്ട്. അതിന്ന് നിലവിലുള്ളതാണ്. AD 200-ൽ എഴുതപ്പെട്ട ചെസ്റ്റർ BT പപ്പൈറി എന്ന് പറയുന്ന ഒരു കയ്യെഴുത്ത് പ്രതിയുണ്ട്. AD 325-നും 350-നും ഇടയിൽ എഴുതപ്പെട്ട കോഡക്സ് വത്തിക്കാനസ് ഉണ്ട്. AD 350-ൽ എഴുതപ്പെട്ട കോഡക്സ് സിനാറ്റിക്കസ് ഉണ്ട്. അപ്പൊ അത് 350 കുറച്ച് പോയെന്ന് പറയാം. എന്നാൽ പോലും വേറെ ഈ കയ്യെഴുത്ത് പ്രതികൾ വേറെ ഉണ്ട്. ഇതിന് മുമ്പേ ഉള്ളത് ഇദ്ദേഹം പറയുന്ന വാദശുദ്ധ നുണയാണ്. ഇനി ഈ കയ്യെഴുത്ത് പ്രതികൾ മാറ്റിവെക്കി. അത് മാത്രമല്ലാതെ വേറെ അതിനേക്കാൾ ആധികാരികം പറയാവുന്ന അല്ലെങ്കിൽ വിശ്വസനീയമെന്ന് പറയാവുന്ന വേറൊരു തെളിവുണ്ട്. അത് സഭാപിതാക്കന്മാരുടെ അപ്പോസ്തലിക പിതാക്കന്മാരുടെ എഴുത്തുകളാണ്. 1-ാം നൂറ്റാണ്ടിലെ 2-ാം നൂറ്റാണ്ടിലെ അപ്പോസ്തലിക പിതാക്കന്മാരും അതുപോലെ 2-3 നൂറ്റാണ്ടുകളിലെ സഭാപിതാക്കന്മാരും ഒക്കെ എഴുതിയ എഴുത്തുകളുണ്ട്. വിശ്വാസ സംരക്ഷണ പോരാട്ടത്തിന് വേണ്ടി എഴുതിയതുണ്ട്, വിശ്വാസികളെ ആത്മീയമായിട്ട് ബലപ്പെടുത്താൻ വേണ്ടി എഴുതിയതുണ്ട്. അങ്ങനെ പല വിധത്തിലുള്ള അവരുടെ എഴുത്തുകളുണ്ട്. ഈ എഴുത്തുകളിൽ അവർ പുതിയ നിയമത്തിൽ നിന്ന് ധാരാളം ഉദ്ധരണികൾ, സുവിശേഷങ്ങളിൽ നിന്നെല്ലാം അവർ ഉദ്ധരിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഞാനിപ്പോൾ ഇന്നൊരു പുസ്തകം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം എഴുതുകയാണെങ്കിൽ വേറൊരു പുസ്തകത്തിൽ നിന്ന് ഉദ്ധരിച്ച അതിന്റെ അർത്ഥം എന്താ? ആ പുസ്തകം ഇന്ന് നിലവിലുണ്ടെന്നാണല്ലോ. അതുള്ളതുകൊണ്ടാണല്ലോ എനിക്ക് ഉദ്ധരിക്കാൻ പറ്റുന്നത്. അപ്പൊ ഈ ഇവര് ഈ സഭാപിതാക്കന്മാരും അപ്പോസ്തലിക പിതാക്കന്മാരും ഒക്കെ AD 300-ന് മുമ്പുള്ളവര്, അവരുടെ AD 300-ന് ശേഷമുള്ളവരെ ഞാൻ കൂട്ടുന്നില്ല. അല്ലെങ്കിൽ AD 330 വരെയുള്ള വേണമെങ്കിൽ എടുക്കുകയാണെങ്കിൽ ഇത് കൂടുതൽ വരും. പക്ഷെ അതൊന്നുമില്ല. AD 300-ന് മുമ്പുള്ളവരെ മാത്രം എടുത്താൽ ധാരാളം ഉദ്ധരണികളുണ്ട്. ഇത് ഞാൻ ചില ആളുകളുടെ പേര് പറയാം. AD 70 മുതൽ 110 വരെയുള്ള കാലത്ത് ഒരു 40 വർഷം അദ്ദേഹം ജീവിച്ചിരുന്നുള്ളൂ. രക്തസാക്ഷിയായി ഇഗ്നേഷ്യസ് എന്ന് പറയും, അപ്പോസ്തലിക പിതാവാണ്. അദ്ദേഹം അന്ത്യോക്യയിലെ ബിഷപ്പായിരുന്നു. അദ്ദേഹത്തിന്റെ 7 ലേഖനങ്ങളാണ് നമുക്കിന്ന് ലഭ്യമായിരിക്കുന്നത്. ഈ 7 ലേഖനങ്ങളിൽ മത്തായി സുവിശേഷവും അതുപോലെ ലൂക്കോസ് സുവിശേഷത്തിൽ നിന്നും അദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട്. AD 110-ൽ തന്നെ, AD 110-ൽ മരിച്ച ആൾ അതിന് മുമ്പേ എഴുതിയ പുസ്തകമാണ്. അതില് പുസ്തകമല്ല, ലേഖനങ്ങളാണ്, വിശ്വാസികൾക്ക് എഴുതിയതാണ്. ആ ലേഖനങ്ങളിൽ അദ്ദേഹം മത്തായി സുവിശേഷത്തിൽ നിന്നും ലൂക്കോസ് സുവിശേഷത്തിൽ നിന്നും അതുപോലെ അപ്പോസ്തല പ്രവൃത്തി, റോമർ, എഫേസ്യർ, കൊലോസ്യർ, 1 കൊരിന്ത്യർ, 1 തെസ്സലോനിക്കർ, ഇത്രയും പുസ്തകങ്ങളിൽ നിന്ന് അദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട്. അതിന്റെ അർത്ഥം AD 110-ൽ ഏറ്റവും കുറഞ്ഞത് ഇത്രയും പുസ്തകങ്ങളെങ്കിലും ഉണ്ടായിരുന്നു. ഇനി AD 70 മുതൽ 155 വരെ ജീവിച്ചിരുന്ന അപ്പോസ്തലിക പിതാവാണ് പോളികാർപ്പ്. അദ്ദേഹം സ്മുർണയിലെ ബിഷപ്പായിരുന്നു.
അപ്പോസ്തലനായ യോഹന്നാന്റെ ശിഷ്യനുമാണ്. 56 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം രക്തസാക്ഷിയാവുന്നത്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ മത്തായി, മാർക്കോസ്, ലൂക്കോസ് ഈ മൂന്ന് സുവിശേഷങ്ങളടക്കം മൊത്തം 16 പുതിയ നിയമ പുസ്തകങ്ങളിൽ നിന്ന് അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. അതുപോലെ AD 165 രക്തസാക്ഷിത്വം വരുത്ത ജസ്റ്റിൻ മാർട്ടിർ എന്ന് പറയുന്ന ഒരു അപ്പോസ്തലിക പിതാവ്, അദ്ദേഹം നല്ലൊരു അപ്പോളജിസ്റ്റ് ആയിരുന്നു. ജസ്റ്റിൻ മാർട്ടിർ മാർസിയോൻ എന്ന് പറയുന്ന ഒരു പാഷാണ്ഡോപദേശകനെതിരെ അദ്ദേഹം പടവെട്ടിയത് ധാരാളം പുസ്തകങ്ങൾ എഴുതിക്കൊണ്ടാണ്. ഈ ഉപദേശമൊക്കെ തുറന്നു കാണിച്ചുകൊണ്ട് അക്കാലത്ത് തന്നെ അദ്ദേഹം പുസ്തകങ്ങൾ എഴുതിയിരുന്നു. അദ്ദേഹത്തിന്റെ ഇതിൽ ഈ 4 സുവിശേഷങ്ങളിൽ നിന്നും, മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്നീ 4 സുവിശേഷങ്ങളിൽ നിന്നും വെളിപ്പാട് പുസ്തകങ്ങളിൽ നിന്നൊക്കെ അദ്ദേഹം ഇഷ്ടം പോലെ ഉദ്ധരിക്കുന്നുണ്ട്. അത് ഉദ്ധരിച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ വാദങ്ങളെല്ലാം സ്ഥാപിക്കുന്നത്. മാർസിയോൻ പറയുന്നത് തെറ്റാണെന്നും യഥാർത്ഥ ക്രൈസ്തവ വിശ്വാസം ഇന്നതാണെന്നും അദ്ദേഹം സ്ഥാപിക്കുന്നത്. അതുപോലെ AD 203 രക്തസാക്ഷിയായ ഐറേനിയൂസ്, അദ്ദേഹം ഈ 4 സുവിശേഷങ്ങളടക്കം 24 പുതിയ നിയമ ഗ്രന്ഥങ്ങളിൽ നിന്നാണ് അദ്ദേഹം ഉദ്ധരിക്കുന്നത്. അദ്ദേഹം AD 203 മരിച്ച ആളാണ്. AD 150 മുതൽ 212 വരെ ജീവിച്ചിരുന്ന സഭാപിതാവാണ് അലക്സാന്ദ്രിയയിലെ ക്ലെമന്ത് എന്ന് പറയുന്നത്. അദ്ദേഹം 4 സുവിശേഷങ്ങളടക്കം 22 പുസ്തകങ്ങളിൽ നിന്ന് മൊത്തം 8000 വാക്യങ്ങൾ അദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട്. പുതിയ നിയമത്തിലെ മൊത്തം വാക്യം 7959 അദ്ദേഹം 8000-ഓളം വാക്യങ്ങൾ, അത് ആവർത്തിച്ച് ഒരു വാക്യമൊക്കെ പലവട്ടം ഉദ്ധരിച്ചിരിക്കുകയാണ്. അതുപോലെ AD 160 മുതൽ 220 വരെ ജീവിച്ചിരുന്ന സഭാപിതാവാണ് തെർത്തുല്യൻ. അദ്ദേഹം 7000 പ്രാവശ്യം പുതിയ നിയമത്തിൽ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട്. അതിൽ തന്നെ 3800 പ്രാവശ്യം സുവിശേഷങ്ങളിൽ നിന്നാണ് ഉദ്ധരിച്ചിരിക്കുന്നത്. അതുപോലെ AD 170 മുതൽ 235 വരെ ജീവിച്ചിരുന്ന സഭാപിതാവാണ് ഹിപ്പോളിറ്റസ്. അദ്ദേഹം 1300-ലധികം പുതിയ നിയമ ഉദ്ധരണികൾ നൽകുന്നുണ്ട്. AD 185 മുതൽ 254 വരെ ജീവിച്ചിരുന്ന സഭാപിതാവാണ് ഒറിജിൻ. അദ്ദേഹം 18,000-ലധികം പുതിയ നിയമ ഉദ്ധരണികളാണ് കൊടുക്കുന്നത്. 18,000-ലധികം. അതിന് വേറൊരു കാരണവും കൂടിയുണ്ട്, അത് പുറകെ നമുക്ക് നോക്കാം. സെൽസസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് തത്വജ്ഞാനിയാണ് ചരിത്രപരമായി നാം നോക്കിയാൽ ആശയപരമായ ആക്രമണം ക്രൈസ്തവതയ്ക്കെതിരെ ആദ്യമായിട്ട് ഉയർത്തുന്നത്. സെൽസസ അദ്ദേഹത്തിന്റെ സത്യവചനം എന്ന് പറയുന്ന ഒരു കൃതിയാണ്. അതിന് മറുപടി കൊടുത്തത് ഒറിജിനാണ്. 8 വാല്യങ്ങളായിട്ട് അദ്ദേഹം മറുപടി കൊടുത്തത്. ഒരാളൊരു പുസ്തകം എഴുതിയപ്പോൾ 8 വാല്യങ്ങളായിട്ട് മറുപടി കൊടുത്തത്. അതുകൊണ്ടാണ് ഈ 18,000-ഓളം പുതിയ നിയമ ഉദ്ധരണികൾ അദ്ദേഹത്തിൽ നിന്ന് വന്നിരിക്കുന്നത്. അതുപോലെ AD 258 രക്തസാക്ഷിയായ കാർത്തേജിലെ ബിഷപ്പാണ് സിപ്രിയൻ. അദ്ദേഹം 1030 പുതിയ നിയമ ഉദ്ധരണികൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ സഭാപിതാക്കന്മാരുടെയും അപ്പോസ്തലിക പിതാക്കന്മാരുടെയും ലേഖനങ്ങൾ, പുസ്തകങ്ങൾ, ഇതിലെല്ലാം അവരുടെ എഴുത്തുകളിൽ ഈ പുസ്തകങ്ങളിൽ നിന്ന്, പുതിയ നിയമത്തിലെ പുസ്തകങ്ങളിൽ നിന്നെല്ലാം ധാരാളം ഉദ്ധരണികളുണ്ട്. ഇതെല്ലാം AD 250 വരെയൊക്കെയുള്ള, അല്ലെങ്കിൽ 300-ന് മുമ്പുള്ളതാണ്. അതത്ര ഇരിക്കുമ്പോഴാണ് ഇദ്ദേഹം പറയുന്നത്, അസിസ്റ്റന്റ് പ്രൊഫസർ രവീന്ദ്രൻ പറയുകയാണ്, AD 330-ന് ശേഷമാണ് സുവിശേഷങ്ങളൊക്കെ രചിക്കപ്പെട്ടതെന്ന്. ഇത്രയധികം കൃതികൾ, സഭാപിതാക്കന്മാരുടെ കൃതികളിൽ നിന്ന് ഇത്രയധികം ഉദ്ധരണികളുണ്ട്. ഇതിനെക്കുറിച്ച് ഡോക്ടർ ജേക്കബ് ഹരോൾഡ് ഗ്രീൻലി എന്ന് പറയുന്ന ഒരു കയ്യെഴുത്ത് പ്രതി വിദഗ്ധനുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഈ ഉദ്ധരണികൾ വളരെ വിശാലമാകയാൽ പുതിയ നിയമ കയ്യെഴുത്ത് പ്രതികൾ ഇല്ലാതെ തന്നെ അവയിൽ നിന്ന് പുതിയ നിയമം പുനർനിർമ്മാണം നടത്താൻ നമുക്ക് കഴിയുമെന്ന. എന്ന് വെച്ചാൽ ഈ പുതിയ നിയമമൊക്കെ അങ്ങ് പോയി എന്ന് വെച്ചോ, ഇതെല്ലാം നശിപ്പിക്കപ്പെട്ടു പോയി എന്ന് വെച്ചോ, എന്നാൽ പോലും ഈ സഭാപിതാക്കന്മാരുടെ, അപ്പോസ്തലിക പിതാക്കന്മാരുടെ ഈ എഴുത്തുകളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പുതിയ നിയമം മുഴുവനും നമുക്ക് കണ്ടെടുക്കാനായിട്ട് പറ്റും. കാരണം ഇതിലുള്ള വാക്യങ്ങളെല്ലാം അവർ ഉദ്ധരിച്ചിട്ടുണ്ട്. അതുപോലെ ബ്രൂസ് മെറ്റ്സഗർ എന്ന് പറയുന്ന ഒരു പണ്ഡിതനുണ്ട്. അദ്ദേഹം പറഞ്ഞത്, പുതിയ നിയമത്തിന്റെ നമുക്കറിയാവുന്ന എല്ലാ സ്രോതസ്സുകളും നശിപ്പിക്കപ്പെട്ടാലും സഭാപിതാക്കന്മാർ നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ അത്രയ്ക്ക് വിസ്തൃതമായതിനാൽ പുതിയ നിയമം മുഴുവനും പുനർനിർമ്മാണം നടത്തുന്നതിന് അത് മാത്രം മതിയാകുന്നതാണ്. ഇതെല്ലാം പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുതിയ നിയമം ഉണ്ടാക്കി കൊണ്ടുവരാൻ പറ്റും. കാരണം അപ്പോൾ ഈ സഭാപിതാക്കന്മാർ ഇതെല്ലാം ഉദ്ധരിച്ചിട്ടുണ്ട്. ഇനി നോർമൻ ഗീസ്ലറും വില്യം നിക്സും പറയുന്നത് ഇങ്ങനെയാണ്. ഒരു ചെറിയ കണക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ നിക്കാ സുനഹദോസ്, അത് AD 325 അപ്പോൾ ഈ AD 325 നിക്കാ സുനഹദോസിലാണ് സുവിശേഷങ്ങളൊക്കെ എടുക്കപ്പെട്ടത്. അതിനു മുമ്പ് ഇതൊന്നും ദൈവവചനമായിട്ട് സഭ പരിഗണിച്ചില്ല എന്നുള്ള ആരോപണത്തിന് മറുപടിയായിട്ടാണ് ഇവര് ഗവേഷണം നടത്തിയത്. എന്നിട്ട് പറയാണ്, ഈ AD 325 മുമ്പ് സഭാപിതാക്കന്മാരുടെ എഴുത്തുകൾ എടുത്തു കഴിഞ്ഞാൽ 32,000-ഓളം പുതിയ നിയമ പരാമർശങ്ങളുണ്ട്. 32,000-ഓളം. 7,959 വാക്യമാണ് പുതിയ നിയമത്തിലുള്ളത്. അതിന്റെ 4 മടങ്ങിലധികം ഈ പുസ്തകങ്ങൾ, ഈ വാക്യങ്ങൾ പലയിടത്തായിട്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി അവർ പറയാണ്, ഇതിൽ 4-ാം നൂറ്റാണ്ടിലെ ഗ്രന്ഥകർത്താക്കൾ, അതായത് AD 300-ന് ശേഷമുള്ളവരെയൊന്നും ഉൾപ്പെടുത്തുന്നില്ല. എന്നിട്ട് പറയാണ്, 325 ജീവിച്ചിരുന്ന ആളാണ് യൂസേബീസ്,
സഭാചരിത്രകാരനാണ്. യൂസേബിയസിനെ കൂടി ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഇത് 36,000 ഉദ്ധരണികളായിട്ട് വരും. AD 325 വരെയുള്ള ആൾക്കാരെ മാത്രം ഉൾപ്പെടുത്തിയ 36,000 പുതിയ നിയമ പരാമർശങ്ങൾ ഈ സഭാപിതാക്കന്മാരുടെ പുസ്തകങ്ങളിലുണ്ട്. എന്നിട്ട് ഇവരെ പറയുകയാണ് AD 330 ശേഷമാണ് സുവിശേഷങ്ങൾ എഴുതപ്പെട്ടതെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം പറയുന്ന വേറെ വിധത്തിൽ പറഞ്ഞ എന്താണെന്നറിയാമോ? ഈ ക്രിസ്ത്യാനിറ്റി ഒരു മഹാസംഭവമാണ്. കാരണം ഈ ഇവരുടെയൊക്കെ ആദ്യകാലത്ത് ആൾക്കാർ പുസ്തകം ഉണ്ടാവുന്നതിന് മുമ്പേ തന്നെ ആ പുസ്തകത്തിൽ നിന്ന് ഉദ്ധരിക്കാൻ കഴിവുള്ളവരായിരുന്നാ. ഇദ്ദേഹം പറയുന്നത് അങ്ങനെയാണ്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അങ്ങനെയാണ്. അദ്ദേഹം ക്രിസ്ത്യാനിറ്റിയെ പുകഴ്ത്തി പറയുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇദ്ദേഹം നമ്മൾ ചിന്തിക്കണം, ഇദ്ദേഹം ഒരു മാനുസ്ക്രിപ്റ്റ്, ഈ ആരോപണം ഉന്നയിച്ച ആളുകൾ ഇവിടെ ഇവര് ഈ മാനുസ്ക്രിപ്റ്റ് സ്കോളേഴ്സ് ആരും ആരോപണം ഉന്നയിക്കുന്നില്ല, ഇത് വിശ്വസിക്കാൻ കൊള്ളാവുന്നതല്ല എന്ന് അവരാരും പറയുന്നില്ല. ഇത് അവർക്കറിയാം അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞ ചരിത്രത്തെ വിഴുങ്ങിക്കളയുന്ന പരിപാടിയാണ്. ചരിത്രത്തെ ആദരിക്കുന്നെങ്കിൽ, ചരിത്രത്തെ അംഗീകരിക്കുന്നെങ്കിൽ ഈ കയ്യെഴുത്ത് പ്രതികളെ അല്ലെങ്കിൽ പുതിയ നിയമത്തെ അംഗീകരിച്ചേ പറ്റുകയുള്ളൂ. പക്ഷെ ഇത് പറ്റില്ല എന്നാ പറയുന്നത് ഇവര് നിരീശ്വര മതക്കാർ. ആരാ പറയുന്നത്? ശ്രീ രവീന്ദ്രൻ. അദ്ദേഹം മാനുസ്ക്രിപ്റ്റ് സ്കോളറാണോ? കയ്യെഴുത്ത് പ്രതി വിദഗ്ധനാണോ അദ്ദേഹം? അല്ല. അദ്ദേഹം ചരിത്രകാരനാണോ? അല്ല. ചരിത്രബോധം ലെവലേശം അദ്ദേഹത്തിനില്ല എന്നാ കണ്ടു. ഇദ്ദേഹം ഈ പറഞ്ഞിരിക്കുന്ന കാര്യം ഇത് വിദഗ്ധന്മാർ ആരെങ്കിലും ഇത് പറഞ്ഞാണോ? ഇല്ല, അവരാരും പറഞ്ഞിട്ടില്ല. ഇദ്ദേഹം പറയാ. ഇദ്ദേഹത്തിന്റെ യോഗ്യത നാം പരിശോധിച്ചാൽ ഇപ്പൊ നമുക്കറിയാം, ഈ മ്യൂസിയങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ പഴയ രേഖകളൊക്കെ അവിടെ ഇരിക്കുന്നത് കാണാൻ പറ്റും. പലതും ചില്ലുകൂട്ടിനകത്തൊക്കെയാണ്. തൊടാൻ പറ്റില്ല, നമുക്ക് തൊടാൻ പറ്റില്ല. കാരണം ദ്രവിച്ചു പോകും, തൊട്ടാൽ ചിലപ്പോൾ പൊടിഞ്ഞു പോകും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കൊണ്ടൊന്നും തൊടിയിക്കില്ല. പക്ഷേ ഈ വിഷയത്തിൽ പണ്ഡിതന്മാരായ ആളുകൾക്ക്, മാനുസ്ക്രിപ്റ്റ് സ്കോളേഴ്സിന് അതെല്ലാം എടുത്തു നോക്കാം. ലോകത്ത് 10-14 പേരേ ഉള്ളൂ. ലോകത്തുള്ള ഏത് മ്യൂസിയത്തിൽ ചെന്ന് കഴിഞ്ഞാലും അവിടെയുള്ള ഈ കയ്യെഴുത്ത് പ്രതികൾ സ്വന്തം കൈകൊണ്ട് എടുത്തു നോക്കാൻ കഴിവുള്ള 10-14 പേരേ ഉള്ളൂ. അവരാരും പറഞ്ഞിട്ടില്ല ഇത് ചരിത്രകൃതിയല്ല, ഇത് വിശ്വസിക്കാൻ പറ്റില്ല എന്ന്. അവരെല്ലാം ഇത് അംഗീകരിക്കുന്നത്, ഇത് ചരിത്രപരമായിട്ട് അംഗീകരിക്കുന്നവരാണ്. പക്ഷെ ഇത് പറയുന്ന ആള് അദ്ദേഹത്തിന് അദ്ദേഹം മാനുസ്ക്രിപ്റ്റ് സ്കോളർ അല്ലാന്ന് പോട്ടെ, ഈ വിഷയങ്ങളെ കുറിച്ചൊക്കെ എഴുതുന്ന ഈ മാനുസ്ക്രിപ്റ്റ് രംഗത്തുള്ള പഠനത്തെക്കുറിച്ചുള്ള ആധികാരിക ജേണലുകളുണ്ട്. ആ ജേണലുകളിൽ ഒരു ലേഖനം എഴുതാനുള്ള കപ്പാസിറ്റി അദ്ദേഹത്തിനില്ല. അതുപോട്ടെ, ആരെങ്കിലും എഴുതുന്ന ലേഖനത്തിലൊന്ന് പേര് പരാമർശിക്കപ്പെടാനുള്ള യോഗ്യത പോലും ഇല്ല. അങ്ങനെയുള്ള ആളെ പറയുന്നത് ഇതൊന്നും വിശ്വസിക്കാൻ പാടില്ല. നമ്മൾ ആരുടെ വാക്കുകൾക്കാണ് വില കൊടുക്കേണ്ടത്? ഈ വിഷയത്തിൽ ആധികാരികമായി വർഷങ്ങളോളം ജീവിതത്തിന്റെ 3/4 ഭാഗം അല്ലെങ്കിൽ ജീവിതം പൂർണ്ണമായി ഇതിന്റെ പഠനത്തിന് വേണ്ടി നീക്കിവെച്ച ആളുകളുണ്ട്. അവർ പറയുന്നത് ഇത് കുഴപ്പമില്ല, ഇത് വിശ്വസിക്കാം. ഇത് നിങ്ങൾ അവിശ്വസിക്കുകയാണെങ്കിൽ ബാക്കിയുള്ള എല്ലാ ചരിത്ര ഗ്രന്ഥങ്ങളെയും നിങ്ങൾ അവിശ്വസിക്കേണ്ടി വരും. ഇത് നിങ്ങൾ വിശ്വസിക്കാമെന്ന് പറയുന്നു. പക്ഷെ ഇത് തൊട്ടു നോക്കാൻ പോലും യോഗ്യത ഇല്ലാത്ത ആൾ പറയുകയാണ് ഇതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല എന്ന്. നിങ്ങൾ ആർക്കാ വില കൊടുക്കുന്നത്? ഇവിടെ നാം മനസ്സിലാക്കണം, ചിന്തിക്കുന്ന മനുഷ്യന് ഒരിക്കലും അസിസ്റ്റന്റ് പ്രൊഫസർ രവീന്ദ്രന്റെ യാതൊരു വിലയും കൊടുക്കുകയില്ല. ചിന്തിക്കുന്ന മനുഷ്യൻ, തലച്ചോറ് ശരിയായ വിധത്തിൽ ഉപയോഗിക്കുന്ന, യുക്തിബോധം അല്പമെങ്കിലും ഉള്ള ഒരാളും ഇദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് വില കൊടുക്കുകയില്ല. അവർ പണ്ഡിതന്മാരുടെ വാക്കുകളെ നോക്കുകയുള്ളൂ. പക്ഷെ തലച്ചോറ് ഇങ്ങനെയുള്ള ആൾദൈവങ്ങൾക്ക് പണയപ്പെടുത്തിയിരിക്കുന്ന യുക്തിവാദ കുഞ്ഞാടുകളുണ്ട്, നിരീശ്വരവാദ കുഞ്ഞാടുകൾ. അവർക്ക് പ്രശ്നമില്ല, അവരിതെല്ലാം വിശ്വസിക്കും. അതിലൊന്നും അവർക്ക് കുഴപ്പമില്ല. തെളിവുകളൊന്നും വേണ്ട, വെറുതെ പറഞ്ഞാൽ മതി, അവർ വിശ്വസിച്ചോളും. പക്ഷെ ഞങ്ങൾക്കത് പോരാ, ഞങ്ങൾ തെളിവിന്റെ പുറകെ പോകുന്നവരാ. ഇങ്ങനെയുള്ള ആരോപണമൊക്കെ ഇതിനെതിരെ വരുമ്പോൾ ഞങ്ങൾ ആദ്യം നോക്കുന്നത് മാനുസ്ക്രിപ്റ്റ് സ്കോളേഴ്സ് എന്ത് പറയുന്നു എന്നാ. അവരെന്താ പറയുന്നത്, അതിനാണ് ഞങ്ങൾ വില കൊടുക്കുന്നത്. ആരും വില കൊടുക്കേണ്ടത് അതിന് തന്നെയാണ്, അല്ലാണ്ട് ഇങ്ങനെയുള്ളവർക്കല്ല. അതുകൊണ്ട് ഈ വിഷയം ഞാൻ ഈ കയ്യെഴുത്ത് പ്രതി 330 ശേഷമാണെന്നുള്ള വാദം അത് നിലനിൽക്കുന്ന ഒന്നല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭാഗം വിടുകയാണ്. അതിനു മുമ്പ് എനിക്കൊരു ഉപദേശം കൊടുക്കാനുള്ളത്, ശ്രീ രവീന്ദ്രൻ്റെ ഉപദേശം കൊടുക്കാനുള്ളത് ബൗദ്ധിക സത്യസന്ധത പുലർത്തുക എന്നുള്ളതാണ്. നിങ്ങൾ സത്യസന്ധമായിട്ട് നിങ്ങൾ ആരോപണം ഉന്നയിക്കുക. നിങ്ങൾ ആരോപണം ഉന്നയിക്കുന്ന വിഷയത്തെക്കുറിച്ച് നിങ്ങൾ അല്പമെങ്കിലും ഒന്ന് അപ്ഡേറ്റ് ആവുക. ഇനിയും ആ 75 കൊല്ലം മുമ്പിൽ 3/4 നൂറ്റാണ്ട് പുറകെ തന്നെ കെടുക്കല്ലേ, ഒന്ന് മുന്നോട്ട് പോവാ. ഇത് കാലം 21-ാം നൂറ്റാണ്ടായി. 21-ാം നൂറ്റാണ്ടിലായിട്ട് നിങ്ങൾ ഈ 19-ാം നൂറ്റാണ്ടിൽ ആരോപണം കൊണ്ട് നടക്കല്ലേ, മുന്നോട്ട് വാ. ഇവിടെ വസ്തുതകള് നിങ്ങളുടെ വാദങ്ങൾക്കെതിരാണ്. നിങ്ങൾ പറയുന്ന വാദങ്ങൾക്കെതിരാണ് ചരിത്രകാരന്മാരും മാനുസ്ക്രിപ്റ്റ് സ്കോളേഴ്സും ഒക്കെ പറയുന്നത്. പക്ഷെ നിങ്ങൾ ഇപ്പോഴും പഴയ വാദം പിടിച്ചുകൊണ്ട് നടന്ന് ജനങ്ങളെ വഞ്ചിക്കുകയാണ്. നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങൾ ചരിത്രത്തിൽ നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെന്നൊക്കെ പറയുന്നതുകൊണ്ട് ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഈ പറയുന്നതൊക്കെ കള്ളമാണ്. ഞാൻ പറഞ്ഞാൽ ഞാനല്ല, അദ്ദേഹം.
പക്ഷേ ഈ സത്യം എഴുതി കഴിഞ്ഞാൽ നിരീശ്വരവാദത്തിന്റെ വളർച്ച ഇപ്പൊ തന്നെ പടവലങ്ങ പോലെ താഴോട്ടാ. ഇനി ഈ സത്യമൊക്കെ കൂടി പറഞ്ഞു കഴിഞ്ഞാൽ അത് വീണ്ടും ആ വളർച്ചയുടെ വേഗം കൂടുകയുള്ളൂ. അതുകൊണ്ട് ആ സത്യമൊക്കെ മറച്ചു വെക്കാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ സത്യം പറയണമെന്ന് ഞങ്ങൾക്ക് യാതൊരു നിർബന്ധവുമില്ല. നിങ്ങളിൽ നിന്ന് ഞങ്ങൾ സത്യം മറച്ചിൽ പ്രതീക്ഷിക്കുന്നുമില്ല. ഞങ്ങളത് പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങൾ സത്യം പറയണ്ട. പക്ഷെ കള്ളം പറഞ്ഞുകൊണ്ട് വരരുത്, കല്ല് വെച്ച് നുണ പറഞ്ഞുകൊണ്ട് വരരുത്. അങ്ങനെയൊക്കെ നുണ പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ പിടിക്കപ്പെടും. ഞങ്ങളെപ്പോലെ ചില ആളുകളുണ്ടാവും ഇതൊക്കെ നിങ്ങൾ ഈ പറയുന്നത് നുണയാണെന്ന് സ്ഥാപിച്ചു തരാൻ വേണ്ടി. നിങ്ങളൊരു അസിസ്റ്റന്റ് പ്രൊഫസറാണ്, അതിൻ്റെ ഒരു മാന്യത നിങ്ങൾ കാണിക്കണം. പൊതുസമൂഹം നിങ്ങൾക്ക് ആ ഒരു മാന്യത തരുന്നുണ്ട്, അത് കീപ്പ് ചെയ്യേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. അത് നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയും. ഇതുപോലെയുള്ള നുണകളൊക്കെ പറഞ്ഞാൽ നഷ്ടപ്പെടുത്തി കളയരുത്. നിങ്ങളുടെ സ്റ്റുഡൻസ് പോലും പിന്നെ നിങ്ങൾ ആദരിക്കാത്തൊരവസ്ഥ ഉണ്ടാവും. അങ്ങനെ അവസ്ഥ ഉണ്ടാകരുതെന്ന് മുന്നറിയിപ്പ് തന്നുകൊണ്ട് ഞാൻ ഈ ഭാഗം വിടുകയാണ്. അതിനു മുമ്പ് വിടുന്നേക്കാളും ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇദ്ദേഹം പറഞ്ഞിരിക്കുന്ന 105-ാം പേജിൽ തന്നെ ഇദ്ദേഹം വിശ്വാസികളെ കളിയാക്കിക്കൊണ്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ നാസ്തികനായ ദൈവം എന്ന പുസ്തകത്തിൽ അതിന്റെ 105-ാമത്തെ പേജിൽ അദ്ദേഹം എഴുതുകയാണ്, എന്തെഴുതി വെച്ചാലും വെട്ടി വിഴുങ്ങുന്നവരെ സംബന്ധിച്ച് ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് പാപബോധം സമ്മാനിക്കും. ബൈബിൾ വിശ്വാസികളെ കുറിച്ച് അദ്ദേഹം പറയുന്നത്, ബൈബിളിൽ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്, ഈ എഴുതി വെച്ച കാര്യങ്ങളൊന്നും നമ്മൾ ചോദ്യം ചെയ്യാതെ അങ്ങ് വിശ്വസിക്കുകയാണ്. അവരെന്തെഴുതി വെച്ചാലും നമ്മൾ അതങ്ങ് വെട്ടി വിഴുങ്ങുന്നവരാണ്. യഥാർത്ഥത്തിൽ ആരാണ് എന്തെഴുതി വെച്ചാലും ചോദ്യം ചെയ്യാതെ വെട്ടി വിഴുങ്ങുന്നത് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുക. ഇവർ എഴുതി വെച്ചിരിക്കുന്ന മുഴുവൻ നുണയാണ്, ചരിത്രത്തിനെതിരാണ്, വസ്തുതകൾക്കെതിരാണ്. പക്ഷേ അതുപോലെ നാം മുൻപത്തെ സെഷനിൽ കേട്ടു, 2 സെഷനിൽ കേട്ടു, അതൊക്കെ ശാസ്ത്രത്തിനെതിരാണ്. പക്ഷെ ഇവരുടെ അനുയായികളുണ്ടല്ലോ, വെട്ടി വിഴുങ്ങിക്കോളും. ഇവർക്ക് എന്ത് മണ്ടത്തരം വേണം, ഇവർക്ക് നല്ല ധൈര്യമാണ്. തലച്ചോറ് പണയം വെച്ച കുറെ എണ്ണം ഞങ്ങളുടെ പുറകെ ഉണ്ടെന്ന് ഇവർക്കറിയാം. അതുകൊണ്ട് ഞങ്ങൾ എന്ത് മണ്ടത്തരം എഴുതി വെച്ചാലും ഇവരങ്ങ് വെട്ടി വിഴുങ്ങിക്കൊള്ളുന്നവർക്ക് അതിന്റെ ധൈര്യത്തിലാണ് ഇങ്ങനെയൊക്കെ. അല്ലെങ്കിൽ ഇത്തിരിയെങ്കിലും സുബോധമുള്ള ആൾക്കാർ ഇതുപോലെയുള്ള ചരിത്രവിരുദ്ധമായ കാര്യങ്ങൾ, ശാസ്ത്രവിരുദ്ധമായ കാര്യങ്ങൾ എഴുതി വെക്കുമോ? ഇതൊക്കെ ഇതുപോലെ പബ്ലിക്കിൽ ഈ വിഷയങ്ങളെല്ലാം പുറത്തേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഡിബേറ്റിന് വേണ്ടി വിളിച്ച് അവിടെ പരസ്യമായിട്ട് ഈ വിഷയങ്ങളൊക്കെ പറയുമ്പോൾ അവരുടെ മുമ്പായിരുന്നു വേർക്കേണ്ടി വരും എന്നുള്ള കാര്യം അവർക്ക് അറിഞ്ഞുകൂടെ? അതുകൊണ്ടാണ് ഡിബേറ്റിന് വരാത്തത്. അതൊരു വശം. പിന്നെ രണ്ടാമത്തെ കാര്യം, അവർക്കറിയാം അനുയായികൾ ആരും ചോദ്യം ചെയ്യില്ല. ഡോക്കിൻസ് എന്ത് പറയുന്നുവോ അതാണ് രവിചന്ദ്രന്റെ പ്രമാണം, രവിചന്ദ്രൻ എന്ത് പറയുന്നുവോ അതാണ് അതിന് താഴെയുള്ളവരുടെ പ്രമാണം. അവരെന്ത് എഴുതി വയ്ക്കുന്നു അതൊക്കെ ബാക്കിയുള്ളവർ വെട്ടി. ഡോക്കിൻസ് എഴുതി വെച്ചതൊക്കെ ഇദ്ദേഹം വെട്ടി വിഴുങ്ങി, ഇദ്ദേഹം എഴുതി വെച്ചത് ബാക്കിയുള്ളവരും വെട്ടി വിഴുങ്ങി. എന്നിട്ട് പറയാണ് വിശ്വാസികളാണ് അങ്ങനെ വെട്ടി വിഴുങ്ങുന്നവരെന്ന്. ഏതായാലും ഒരു പുസ്തകമൊക്കെ എഴുതുമ്പോൾ അല്പമെങ്കിലും ഭൗതിക സത്യസന്ധത പുലർത്തണമെന്ന് പിന്നെയും ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് അടുത്ത വിഷയത്തിലേക്ക് കടക്കുകയാണ്. യേശു ക്രിസ്തു ചരിത്ര പുരുഷൻ എന്നുള്ള വിഷയം. യേശു ക്രിസ്തുവിന്റെ ചരിത്രാസ്തിക്യം സംബന്ധിച്ച് ഫേസ്ബുക്കിലും വാട്സാപ്പിലൊക്കെ ഞാൻ ധാരാളം ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഇന്നലെയും കൂടി ഈ വിഷയത്തെ സംബന്ധിച്ച് ചില ചർച്ചകൾ നടത്തിയതാണ്. അവരുടെ ഫ്രീ തിങ്കേഴ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്, യുക്തിവാദികളുടെ പ്രമുഖമായ ഒരു ഗ്രൂപ്പാണ് അതിനകത്ത്. അപ്പൊ അവിടെ ഇവരെല്ലാം സാധാരണ ഇന്നലെയും കൂടി ആ വാദം ഞാൻ കേൾക്കാനിടയായി. അവർ ചോദിക്കുന്നത് ഒരു പ്രധാന ചോദ്യമുണ്ട് അവരുടെ. അവർ പറയുന്നത്, യേശുക്രിസ്തു ജീവിച്ചിരുന്നതായി പറയപ്പെടുന്ന കാലഘട്ടത്തിന് മുമ്പേ ജീവിച്ചിരുന്ന ആളാണ് ബുദ്ധൻ, ഗൗതമ ബുദ്ധൻ, ബുദ്ധമതത്തിന്റെ സ്ഥാപകൻ. അദ്ദേഹത്തെ കുറിച്ച് ഇഷ്ടംപോലെ ചരിത്രരേഖകളുള്ളപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ച് എന്താ അത്ര പോലും ഇല്ലാത്തത്? ഇവരുടെ ഒരു ചോദ്യമാണ്. ഒരുപക്ഷെ നിങ്ങളും ഈ ചോദ്യം അഭിമുഖീകരിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ബുദ്ധനെ കുറിച്ചൊക്കെ, അതുപോലെ അലക്സാണ്ടറെ കുറിച്ച്, ഇവരെ കുറിച്ചൊക്കെ ധാരാളം, യേശുക്രിസ്തുവിന് മുമ്പ് ജീവിച്ചിരുന്നവരല്ല, അവരെ കുറിച്ചൊക്കെ ധാരാളം രേഖകൾ, ചരിത്രരേഖകളുണ്ട്. പക്ഷെ യേശുക്രിസ്തുവിനെ കുറിച്ച് അത്രയും പോലും ഇല്ലല്ലോ, അങ്ങനെയൊന്നും ഇല്ലല്ലോ. അതെന്താണെന്ന് വാസ്തവത്തിൽ ലോകത്ത് ഇന്ന് വരെ ജീവിച്ചിരുന്നിട്ടുള്ള ഏതൊരു ചരിത്ര പുരുഷന്റെ കാര്യമെടുത്തോ അവർക്കൊക്കെ ഉണ്ടെന്ന് പറയപ്പെടുന്ന ചരിത്രപരമായ ആധികാരികതയുടെ 1000 മടങ്ങ് ആധികാരികതയാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനുള്ളത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ചരിത്രപരമായ ആധികാരികത അത് നിഷേധിക്കുന്നവർ ലോകത്ത് ഒരൊറ്റ ചരിത്ര പുരുഷനും ജീവിച്ചിരുന്നില്ല എന്ന് വിശ്വസിക്കേണ്ടി വരും. അത്ര ആധികാരികത കർത്താവിനുണ്ട്. നമ്മളത് നോക്കാം. BC 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ആളാണ് ഗൗതമ ബുദ്ധൻ. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ ആരും അദ്ദേഹത്തിന്റെ ജീവചരിത്രം എഴുതി വെച്ചിട്ടില്ല. ആ ശിഷ്യന്മാരിന്നുള്ള അടുത്ത തലമുറയിൽ അടുത്ത ശിഷ്യന്മാർ അവരും എഴുതി വെച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ ജീവചരിത്രം. ആ നൂറ്റാണ്ടിൽ ഒരാളും ജീവചരിത്രം എഴുതി വെച്ചിട്ടില്ല ബുദ്ധന്റെ. അടുത്ത നൂറ്റാണ്ട് നോക്കിയാൽ ഇല്ല. എപ്പോഴുള്ളതെന്ന് അറിയാമോ?